എല്ലാവർക്കും നമസ്കാരം. ഗുരുപദം ചാനലിൻ്റെ പ്രേക്ഷകർക്കും വിശിഷ്യ അനീഷിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ കർമ്മപദത്തെക്കുറിച്ചാണ്. സഹോദരൻ അയ്യപ്പൻ SNDP യോഗ പ്രവർത്തനത്തിലും സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഒരുപോലെ വേറിട്ട വ്യക്തിത്വം പുലർത്തിയിരുന്ന ആളാണ്. കാരണം സഹോദരൻ അയ്യപ്പനെ അനുകരിക്കുക പോലും അത്ര ക്ഷിപ്രസാധ്യമല്ല. അത്തരത്തിൽ വൈശിഷ്ട്യമാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് മാസം 22-ാം തീയതി എറണാകുളം ജില്ലയിൽ ചേറായി കുമ്പളപ്പറമ്പിൽ കൊച്ചാവ് വൈദ്യൻ്റെയും ഉണ്ണുകിളിയുടെയും പുത്രനായിട്ടാണ്. സഹോദരൻ അയ്യപ്പൻ്റെ പിതാവ് കൊച്ചാവ് വൈദ്യർ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. എല്ലാ പൊതുരംഗങ്ങളിലും ഇടപെടുകയും ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹോദരൻ അയ്യപ്പൻ്റെ പിതാവ് വളരെ സജീവമായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരന്മാരും ഒക്കെ ആ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ജീവിതപഥത്തിലൂടെ മുന്നേറിയത്. സഹോദരൻ അയ്യപ്പൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യനെ കൂടാതെ വേറെയും വൈദ്യന്മാർ ആ കുടുംബത്തിലുണ്ടായിരുന്നു അച്ഛൻ്റെ പാത പിന്തുടർന്ന്. ഒരുപക്ഷേ ഈ സഹോദരൻ അയ്യപ്പനും ഒരു വൈദ്യനായി മാറുമായിരുന്നു എന്ന് സഹോദരൻ അയ്യപ്പൻ തന്നെ പിൽക്കാലത്ത് പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യതിരിക്തമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് എന്നെ കടത്തിക്കൊണ്ടുപോയത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യരുടെ ശ്രമഫലമായിട്ടാണ് എന്ന് സഹോദരൻ അയ്യപ്പൻ അനുസ്മരിക്കുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയും വിദ്യാഭ്യാസ മേഖലയിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ജ്യേഷ്ഠ സഹോദരൻ്റെ സഹായം കൊണ്ടാണ്, അച്യുതൻ വൈദ്യരുടെ. ഈ അച്യുതൻ വൈദ്യരെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അച്യുതൻ വൈദ്യർ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിച്ചയാളാണ്. അതൊരു സവിശേഷമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അച്യുതൻ വൈദ്യർ എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം വീട്ടിൽ തന്നെ ഒരു പ്രത്യേക മുറി, ചാവടി എന്ന അന്നത്തെ വീടുകളോട് ചേർന്നൊരു പ്രത്യേക മുറി ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ചായ്പെന്നൊക്കെ പറയാം. അതുപോലെ സജ്ജീകരിച്ച് ആ മുറിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുക. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദോപനിഷത്തുകളിലൊക്കെ അഗാധമായ പാണ്ഡിത്യം നേടിയ വ്യക്തി. അതൊക്കെ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ യോഗ ശരിക്ക് പഠിച്ചിരുന്ന വ്യക്തിയാണ്. കുട്ടികൾക്ക് യോഗ മുറകൾ, യോഗ ആസനം, അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, അതിൻ്റെ എക്സർസൈസ് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ കഴിയുകയാണ്. ഈ ചാവടിയിൽ നിത്യസന്ദർശകർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളുകളായി അന്നത്തെ അറിയപ്പെടുന്ന വ്യക്തികൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ചരിത്രകാരന്മാർ പറയുന്നത് ചട്ടമ്പിസ്വാമികൾ യാത്രാമധ്യേ അവിടെ അച്യുതൻ വൈദ്യരെ കാണാൻ ഇറങ്ങുമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനും അവിടെ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നു. കുമാരനാശാൻ അതിനുശേഷം നിരന്തരമായി അവിടെ പോകുമായിരുന്നു. അച്യുതൻ വൈദ്യർ കുമാരനാശാനെയും കുമാരനാശാൻ അച്യുതൻ വൈദ്യരെയും സുഹൃത്തുക്കളായി കണ്ടിരുന്നു എന്ന് അച്യുതൻ വൈദ്യരുടെ നിര്യാണത്തിൽ, ഒരു സുഹൃത്തിൻ്റെ നിര്യാണം എന്ന അർത്ഥത്തിൽ ഒരു കവിത പോലും കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. സ്നേഹിതൻ്റെ ദേഹവിയോഗം എന്നാണ് ആ കവിതയുടെ പേര്. അപ്പോൾ അങ്ങനെ ഈ പണ്ഡിതന്മാരായ, ഋഷീശ്വരന്മാരായ, യോഗീശ്വരന്മാരായ ആളുകൾ പോലും അച്യുതൻ വൈദ്യരുമായി സംവദിക്കുന്നതിന് വേണ്ടി, ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി, ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മുറിയിൽ എത്തിച്ചേരുമായിരുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു പരമസാത്വികനായിട്ട് തന്നെയാണ് അച്യുതൻ വൈദ്യർ അവിടെ കഴിഞ്ഞുകൂടിയത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, 31 വയസ്സ് ആയപ്പോഴേക്കും അച്യുതൻ വൈദ്യർ യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അതിനുശേഷം സഹോദരൻ അയ്യപ്പൻ്റെ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ തന്നെ ഉള്ള സ്കൂളിലാണ് നടന്നത്.
ചെറായിക്കടുത്തുള്ള സ്കൂളിൽ. പിന്നീട് ചെറായിലെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക്, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചവനായി ഉണ്ടാവട്ടെ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് അച്യുതൻ വൈദ്യർ ഈ ചെറായി ഇംഗ്ലീഷ് സ്കൂളിൽ സഹോദരൻ അയ്യപ്പനെ കൊണ്ട് ചേർത്തത് എന്ന് പിൽക്കാലത്ത് സഹോദരൻ അയ്യപ്പൻ സ്മരിക്കുന്നുണ്ട്. അതിനുശേഷം പറവൂർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് മാറി. അവിടെ പറവൂർ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ചെറായിലും അതുപോലെ തന്നെ അങ്ങോട്ട് മലബാർ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ ഒരു പ്രവർത്തനം ആത്മവിദ്യാസംഘം എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിലും അതിൻ്റെ നേതാവായിരുന്ന വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിലുമായി നടക്കുന്നുണ്ടായിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ ഗുരുവായിരുന്ന ശിവയോഗിയും മറ്റും അവിടെ പ്രദേശങ്ങളിൽ വ്യാപകമായി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും വിഗ്രഹ ആരാധനയ്ക്കും ജാതി വിവേചനത്തിനുമെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി വരുന്ന കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും അയ്യപ്പനും ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെ അയ്യപ്പനിൽ രൂഢമൂലമായ ഒരു ചിന്തയാണ് ഈ ജാതി വ്യത്യാസം മനുഷ്യനെ തമ്മിൽ അകറ്റുന്നതും അതിഹീനമായ ദുരാചാരങ്ങൾ നിമിത്തം മനുഷ്യൻ തമ്മിൽ പിണങ്ങിക്കഴിയേണ്ട, കണ്ടാൽ ഓടിയകലേണ്ട അവസ്ഥയിൽ ജീവിക്കുന്നതുമൊക്കെ അഭികാമ്യമല്ല. അതിനെതിരെ എന്തുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന ചിന്തയൊക്കെ വളരെ ചെറുപ്പത്തിലെ അയ്യപ്പനിൽ രൂഢമൂലമായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ സ്വാധീനം കൂടിയായപ്പോൾ അയ്യപ്പൻ ആ വഴിക്ക് തന്നെ ചിന്തിച്ച് മുന്നേറുവാൻ തുടങ്ങിയിരുന്നു എന്ന് അയ്യപ്പൻ തന്നെ പിൽക്കാലത്ത് പറയുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉപരിവിദ്യാഭ്യാസത്തിന് ആദ്യം അയ്യപ്പൻ ചേർന്ന കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലാണ്. അവിടുന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സായി. അതിനുശേഷം ഉപരിപഠനത്തിനായി മദ്രാസിൽ ചെന്ന് മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ ചേർന്ന് ഒരാഴ്ച മാത്രമേ അവിടെ പഠിച്ചുള്ളൂ. അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ പഠിപ്പിക്കലും ഒന്നും അയ്യപ്പന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മാറി മദ്രാസിൽ തന്നെയുള്ള പ്രസിഡൻസി കോളേജിൽ പിന്നെ ചേർന്നു. പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ യാത്രാമധ്യേ അയ്യപ്പൻ താമസിക്കുന്ന ഹോസ്റ്റൽ സന്ദർശിക്കുവാനിടയായി. അവിടെ ഉണ്ടായിരുന്ന സീനിയർ വിദ്യാർത്ഥികളിൽ ആരോ, അയ്യപ്പൻ അത് അറിയത്തില്ല ആരാണ് സംഘടിപ്പിച്ചത് അല്ലെ സംഘാടകരായിരുന്നു എന്ന്, ഗുരുദേവനെ അങ്ങോട്ട് ക്ഷണിച്ചു. ഗുരുദേവൻ അവിടെ ചെന്നു. വലിയ സ്വീകരണമാണ് അവിടെ നടത്തിയത്. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ മുറികളെല്ലാം വെടിപ്പാക്കി വൃത്തിയാക്കി വലിയ ഒരു സ്വീകരണം കൊടുത്തു എന്ന് അയ്യപ്പൻ രേഖപ്പെടുത്തുന്നുണ്ട്. അയ്യപ്പൻ അന്ന് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല ആ കോളേജിൽ ചെന്ന് ചേർന്നിട്ടും ആ ഹോസ്റ്റലിലെ അന്തേവാസിയായിട്ടും. അതുകൊണ്ട് ഒരു മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല. ആൾക്കൂട്ടത്തിൽ നിന്ന് ഗുരുദേവനെ കാണുന്ന വിദ്യാർത്ഥി മാത്രമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എങ്കിലും അവിടെ വെച്ച് ഗുരുദേവൻ വളരെ മിതമായ ചില കാര്യങ്ങൾ, വളരെ ദീർഘമായ വാചാലമായ ഒരു പ്രസംഗമല്ല, ഗുരുവിൻ്റെ ഒരു ശൈലി തന്നെ അതാണല്ലോ, വാചാലമായ പ്രസംഗം ഗുരു നടത്താറില്ല. വളരെ ഒതുങ്ങിയ വാക്കുകളിൽ മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നല്ലോ ഗുരുദേവൻ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് പറഞ്ഞത് ശുചിത്വത്തെക്കുറിച്ചാണ് എന്നാണ് അയ്യപ്പൻ ഓർക്കുന്നത്. ശുചിത്വം അനിവാര്യമാണ്. സമൂഹത്തിൽ ശുചിത്വബോധം ഉണ്ടാവണം ആളുകൾക്ക്. അതുമാത്രമല്ല, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന മനസ്സ് ശുചിത്വത്തിൻ്റെ അടയാളം കൂടിയാണ്, മനഃശുദ്ധിയുടെ അടയാളമാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടാകുന്നതോടെ ആണ് മനുഷ്യൻ മാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സമൂഹത്തിൽ പ്രധാനമായും ജാതി വ്യത്യാസമാണ്. അതുകൊണ്ട് യുവജനങ്ങൾ ജാതി വ്യത്യാസത്തിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ അവിടുത്തെ സംഭാഷണമെന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്. ഇത് സഹോദരൻ അയ്യപ്പനിൽ ശരിക്കും അങ്ങ് പതിഞ്ഞു എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അത് സ്വാധീനിച്ചു, ഉള്ളിനെ അത് സ്വാധീനിച്ചു. അന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങി, ഗുരുദേവൻ പറഞ്ഞത് എത്ര ശരിയാണ്, ഞാൻ നേരത്തെ നാട്ടിൽ അനുഭവിച്ചതും ഇതൊക്കെ തന്നെയാണല്ലോ, ഇതിനെതിരെയുള്ള ചിന്തയാണല്ലോ എന്നിലും രൂഢമൂലമായിരുന്നത്. അതുകൊണ്ട് ഗുരു പറഞ്ഞതുപോലെ ജാതിക്കെതിരായ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. ഇതിന് അയ്യപ്പൻ തീരുമാനിക്കുമ്പോൾ അയ്യപ്പൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില രംഗങ്ങളുണ്ട്. അയ്യപ്പൻ തന്നെ അത് പിന്നീട് ജീവചരിത്രകാരൻ പ്രധാനിയായിരുന്ന സാനു മാഷോട് പറയുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 1-2 പുലയ ബാലന്മാർ, അവർ ഈഴവ സമുദായത്തിൽപ്പെട്ട
ഒരു പ്രമാണി എതിരെ നടന്നു വന്നപ്പോൾ വഴി മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ഈ സുഹൃത്തിൻ്റെ കരണക്കുറ്റിക്കിട്ട് അടിച്ച് വീണ്ടും അവൻ താഴെ വീണപ്പോൾ അവനെ ചവിട്ടുകയും അതറിഞ്ഞ് അവൻ്റെ അച്ഛനെ വിളിപ്പിച്ചു. അച്ഛൻ വന്നപ്പം അച്ഛനെ തെറി വിളിച്ചുകൊണ്ട് എടുത്തോണ്ട് പോടാ ഇവനെ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് നിൽക്കുന്ന രംഗമൊക്കെ ഞാൻ ഒരു വിറയലോടുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് കണ്ടപ്പോൾ സഹോദരൻ അയ്യപ്പൻ വിറച്ചുപോയി. കാരണം എന്തെല്ലാം മർദ്ദനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ബാലനെ സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ തല്ലിച്ചതയ്ക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം സഹോദരനെ ഏറെ സ്വാധീനിച്ച ഓരോ രംഗങ്ങളായിരുന്നു. അതെല്ലാം സഹോദരനിൽ ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്തുകയായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ആ വ്യക്തിത്വത്തിൻ്റെ ആ തരത്തിലുള്ള ചിന്തയെ ദൃഢീകരിക്കുന്നതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ അന്നത്തെ ഹോസ്റ്റൽ സന്ദർശനവും അവിടെ വെച്ച് ഗുരുദേവൻ ജാതിക്കെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് യുവജനങ്ങൾ എന്ന ഉത്ബോധനവും ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നു. പിന്നീട് ശ്രീനാരായണ ഗുരുദേവനെ സഹോദരൻ അയ്യപ്പൻ കാണുന്നത് ചെറായിൽ വെച്ചാണ്. ഗുരുദേവൻ തൻ്റെ യാത്രാമധ്യേ ചെറായി സന്ദർശിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഗുരുവിനെ കാണാൻ ചെന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ഗുരുവുമായി സംസാരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ. അവിടെ വെച്ച് ശ്രീനാരായണ ഗുരുദേവനോട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഞാൻ അച്യുതൻ വൈദ്യൻ്റെ അനുജനാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വാത്സല്യപൂർവ്വം സഹോദരൻ അയ്യപ്പനെ അടുത്ത് വിളിക്കുകയും കുശലങ്ങൾ ചോദിക്കുകയും വീട്ടുവിശേഷങ്ങൾ ആരായുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അയ്യപ്പനോട് ചോദിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് മദ്രാസിൽ വെച്ച് കണ്ടപ്പോൾ നമ്മോട് നീ അച്യുതൻ വൈദ്യൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടാൻ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യപ്പൻ ചിരിച്ച് മാറി നിന്നതേ ഉള്ളൂ. കാരണം അന്ന് അങ്ങനെ ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം അയ്യപ്പൻ ഉണ്ടായിരുന്നില്ല. സങ്കോചം കൊണ്ട് മാറി നിന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് ഗുരുദേവൻ അയ്യപ്പനോട് പറഞ്ഞു, ചെറായിൽ വെച്ച്, നാം ഇനി കുറച്ച് ദിവസം ആലുവ അദ്വൈതാശ്രമത്തിലുണ്ടാവും. അയ്യപ്പൻ സമയം പോലെ ഒരു ദിവസം അവിടെ വന്ന് നമ്മെ കാണണം എന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ 1913 കാലഘട്ടം സഹോദരൻ അയ്യപ്പൻ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മദ്രാസിലെ പഠിത്തം നിർത്തി പോന്നിരിക്കുകയാണ്. ഡിഗ്രി പൂർത്തീകരിച്ചില്ല. അവിടെ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ കോളേജിലെ അന്തരീക്ഷവും ആ ഹോസ്റ്റലിലെ അന്തരീക്ഷവും ഒന്നും അയ്യപ്പന് പിടിക്കാതെയായി. അതുമൂലം വയറ്റിൽ വേദനയും വയറിളക്കവും ഒക്കെ നിരന്തരം വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ വന്ന് പഠിത്തം നിർത്തി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. വീട്ടിൽ വന്ന് വെറുതെ നിൽക്കുകയല്ല, സഹോദരൻ അയ്യപ്പൻ സ്വന്തം സുഹൃത്തുക്കളെ അഥവാ സമപ്രായക്കാരായ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് സഹോദരൻ അയ്യപ്പൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നാൽ നാട്ടിലുടനീളം അവിടെ ഇവിടെയൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ചേർന്ന് ക്ലബ്ബുകൾ ഉണ്ടാക്കുകയും വായനശാലകൾ സ്ഥാപിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി അത്തരം വായനശാലകളുണ്ടായിരുന്നു. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലും വായനശാലയിൽ പോയി അഥവാ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വീട്ടിലിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു സെൻട്രൽ ലൈബ്രറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു നെഹ്റുജി ആർട്സ് ക്ലബ്ബ്. ഇവിടെയൊക്കെ യുവജനങ്ങൾ ചേർന്ന് ഇരുന്ന് ചർച്ചകളും നടത്തും. പുരോഗമന ആശയങ്ങളെക്കുറിച്ചുള്ള ചർച്ച. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ ലൈബ്രറിയിൽ നടത്തിയ കുമാരനാശാനെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ട്. ഞാനും ഒരു 10 വാചകം അതിൽ അഭിപ്രായം പറഞ്ഞ ആളാണ്. അപ്പോൾ അത് എത്രയോ കാലം മുമ്പ് മുതൽ ആരംഭിച്ചിരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അയ്യപ്പൻ ചെയ്തിരുന്ന അതാണ്. ആ കാലഘട്ടത്തിൽ അയ്യപ്പൻ ഈ യുവജനങ്ങളെ ഒന്നിച്ച് ചേർത്ത് വായനശാലകൾ സ്ഥാപിക്കുക, ക്ലബ്ബുകൾ സ്ഥാപിക്കുക, അവിടെയൊക്കെ പുരോഗമന ആശയങ്ങളെക്കുറിച്ചുള്ള ചർച്ച. അതിൽ മുഖ്യമായി അവർ അവലംബിച്ചിരുന്നത് ഈ ജാതിയും ജാതിജന്യമായ അസമത്വങ്ങളും നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതിനെതിരെ ഗുരുദേവൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവനെ കാണാൻ ആലുവയിൽ സഹോദരൻ അയ്യപ്പൻ ഗുരുദേവ നിർദ്ദേശം അനുസരിച്ച് തന്നെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത് ഒരു മാവിൻ്റെ ചുവട്ടിൽ കസേര ഇട്ടിരുന്ന് വിശ്രമിക്കുകയാണ്. ചുറ്റും ആളുകളൊക്കെ കൂടി നിന്ന് ഗുരുദേവനുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ വേവലാതികളൊക്കെ പറയുകയും സങ്കട നിവർത്തി ഗുരുദേവൻ വരുത്തുമ്പോൾ കണ്ണുനീരൊക്കെ തുടച്ച് സന്തോഷത്തോടെ ഗുരു നൽകുന്ന പ്രസാദം വാങ്ങിച്ച് തിരികെ പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് അയ്യപ്പൻ കണ്ടത്. മാറി നിന്ന അയ്യപ്പനെ ഗുരുദേവൻ നോക്കുന്നത് കണ്ടപ്പോൾ അയ്യപ്പൻ അടുത്ത് ചെന്നു. മറ്റുള്ള ഭക്തജനങ്ങളൊക്കെ അപ്പോൾ മാറിയിരുന്നു. അപ്പോൾ ആദ്യമായി ഗുരുദേവൻ അയ്യപ്പനോട് പറഞ്ഞ
വാക്കുകൾ അയ്യപ്പൻ ഓർത്ത് വെച്ചിരിക്കുന്നു. അയ്യപ്പൻ പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്: നാം ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ അയ്യപ്പൻ ഒരുപക്ഷെ ഇന്ന് വന്നേക്കുമെന്ന്, അതാ അയ്യപ്പൻ എത്തിയല്ലോ എന്നാണ് പറഞ്ഞത് എന്ന്. ഇത് അയ്യപ്പനിൽ ഉണ്ടാക്കിയ അനുരണനങ്ങൾ നമുക്ക് ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ. അയ്യപ്പനത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഒരു പക്ഷേ എങ്ങനെ ഗുരുവിന് ഞാനിന്ന് വരുമെന്ന് അറിയാൻ കഴിഞ്ഞു? ഒരു പക്ഷേ പരഹൃദയജ്ഞാനം ഗുരുവിനുണ്ടാകുമോ? ചുമ്മാതെയല്ല ആളുകൾ ദിവ്യാത്മാവെന്ന് ഗുരുവിനെ വിളിക്കുന്നത്. ഭക്തജനങ്ങൾ ചുമ്മാതെയല്ല ഗുരുവിൻ്റെ അടുക്കൽ വന്ന് അവരുടെ സങ്കട നിവൃത്തി വരുത്തി തിരിച്ചു പോകുന്ന അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ അയ്യപ്പൻ്റെ മനസ്സിലൂടെ അന്നേരം കടന്നു പോയിട്ടുണ്ടാവും. ഏതായാലും അയ്യപ്പൻ അവിടെ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ അയ്യപ്പനോടായി ഗുരുദേവൻ വീണ്ടും ചോദിക്കുന്നു: എന്താ അയ്യപ്പ, നമ്മോടൊപ്പം ചേരണമെന്ന് അയ്യപ്പന് തോന്നുന്നുണ്ടോ? അയ്യപ്പൻ മിണ്ടിയില്ല, അല്പം കുനിഞ്ഞ് നിന്നു. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, ആലോചിച്ച് നിന്ന് ഉറച്ച ഒരു മറുപടി പോലെ അയ്യപ്പൻ വാക്കുകളെ മനസ്സിൽ നിന്ന് കളക്ട് ചെയ്ത് പറയുകയാണ്: സ്വാമി, നാട്ടിൽ നടക്കുന്ന ജാതി വിവേചനങ്ങൾ കാണുമ്പോൾ അതിനെതിരായി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ഉത്കടമായ അഭിലാഷമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഗുരുദേവൻ പറയുന്നു, അതൊക്കെ ഇരിക്കട്ടെ, മുടങ്ങിപ്പോയ പഠിത്തം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമില്ലേ അയ്യപ്പ? അയ്യപ്പൻ ഉടനെ പറഞ്ഞു, ഉണ്ട് സ്വാമി, പഠിത്തം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഗുരുദേവൻ ചോദിക്കുന്നു, നാം ഇവിടെ നിന്ന് എന്തെങ്കിലും സഹായം അതിന് ചെയ്യുന്നതിൽ അയ്യപ്പന് വിരോധമുണ്ടോ? അയ്യപ്പൻ അപ്പോഴും മൗനം ദീക്ഷിച്ചു. കാരണം അയ്യപ്പൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും അപ്പോഴും കടന്നുപോയി കാണാം. ഗുരുദേവൻ സഹായിക്കുകയോ, എന്നെപ്പോലെ ഒരു നിസ്സാരനെ അതെങ്ങനെയാണ് സാധിക്കുക? അതാണോ ഗുരു ഉദ്ദേശിക്കുന്നത്? അതോ മറ്റു വല്ലതുമായിരിക്കുമോ? അതോ ഈ ദിവ്യാത്മാവ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുമോ? എന്തായാലും എനിക്കിതിന് മറുപടി പറഞ്ഞേ കഴിയൂ. ഇത്തരം ചിന്തകളായിരിക്കാം അയ്യപ്പനെ മതിച്ചിട്ടുണ്ടാവുക. അയ്യപ്പൻ സങ്കോചത്തോടു കൂടി നിൽക്കുമ്പോൾ അയ്യപ്പൻ അല്പം കൂടി സങ്കോചം മാറി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാവാൻ വേണ്ടി ഗുരുദേവൻ വീണ്ടും അയ്യപ്പനോട് പറയുകയാണ്: നാം എന്തെങ്കിലും സഹായം ചെയ്യുന്നതിൽ അയ്യപ്പന് സങ്കോചം തോന്നേണ്ട കാര്യമില്ലല്ലോ അല്ലേ അയ്യപ്പ എന്ന് പറഞ്ഞു. ഉടൻ അയ്യപ്പന് ഒരു പിടിവള്ളി കിട്ടിയതുപോലെ മറുപടി പറയുന്നു: ഇല്ല സ്വാമി, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എവിടാണ് അയ്യപ്പന് പഠിക്കാൻ താല്പര്യം? ഉടൻ മറുപടി മനസ്സിൽ കരുതി വെച്ചിരുന്നത് കൊണ്ട് അത് വെളിയിലേക്ക് ചാടി: സ്വാമി, എനിക്ക് തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജിൽ ചേർന്ന് ഡിഗ്രി പൂർത്തീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഓ, അതിനെന്താ, കുഴപ്പമില്ല, അതിന് തയ്യാറായിക്കൊള്ളുക. തയ്യാറായി പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മെ ഒരിക്കൽ കൂടി ഒന്ന് വന്ന് കാണണം കേട്ടോ എന്ന് ഹൃദയാലുവായ ഗുരുദേവൻ സ്നേഹമസൃണമായ വാക്കുകളിലൂടെ അയ്യപ്പനോട് പറഞ്ഞു. അയ്യപ്പൻ്റെ മനസ്സിലൊരു കുളിർമഴ പെയ്തതുപോലെയായി. കാരണമുണ്ട്. കാരണം ഇനി മുന്നോട്ട് പഠിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് വിചാരിച്ച അയ്യപ്പൻ കഴിയുക. കാരണം അച്ഛൻ നേരത്തെ മരിച്ചുപോയി, എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ജ്യേഷ്ഠ സഹോദരനും മരിച്ചുപോയി. ഇനി കുടുംബത്തിൽ ആകെ 9 മക്കളാണ് ഇവരുള്ളത്, 4 ആണും 5 പെണ്ണും. എല്ലാവർക്കും കഴിയാനുള്ള സ്വത്തില്ല. എൻ്റെ വീതം പണയം വെച്ചിട്ടാണ് ആദ്യം തന്നെ മദ്രാസിൽ പഠിക്കാൻ പോയത്. ഇനി അതിനും നിവൃത്തിയില്ല. ഞാൻ അവിടെ ഒന്നും അത് പൂർത്തീകരിക്കാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പഠിക്കാൻ കഴിയും എന്ന ഒരു കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയല്ലോ എന്നോർത്തപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ചിന്തകളായിരിക്കും സഹോദരൻ അയ്യപ്പൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്ന് നമുക്ക് ഊഹിക്കാം. ഏതായാലും സന്തോഷത്തോടെ അയ്യപ്പൻ മടങ്ങി ചെറായിലേക്ക് പോയി. കോളേജിൽ ചേരേണ്ട സമയമെടുത്തപ്പോൾ അയ്യപ്പൻ ബാഗുമൊക്കെ പാക്ക് ചെയ്ത് ശ്രീനാരായണ ഗുരുദേവനെ കാണാനായിട്ട് ആലുവയിലുണ്ടോ എന്ന് തിരക്കിയപ്പോൾ ആലുവയിൽ നിന്ന് ഗുരുദേവൻ പോയിരിക്കുന്നു. എവിടോട്ടാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ കുറ്റാലത്ത് ഗുരുദേവനുണ്ട്, ഒരാഴ്ചത്തോളം കുറ്റാലത്തുണ്ടാവും എന്ന് പറഞ്ഞു. നേരെ അയ്യപ്പൻ കുറ്റാലത്തേക്ക് പോയി എന്നാണ് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുറ്റാലത്തിൽ ചെന്ന് ഗുരുദേവനെ കണ്ടു. ഗുരുദേവൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കടലാസും പേനയും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അയ്യപ്പന് വേണ്ടി 2 കത്തുകൾ തയ്യാറാക്കാൻ പറഞ്ഞു കൊടുത്തു. അയ്യപ്പൻ അതിലെ വാചകങ്ങൾ കേൾക്കരുത് എന്ന ബോധപൂർവമായ തീരുമാനത്തോടെ ഞാൻ അവിടെ നിന്ന് മാറി നിന്നു എഴുതട്ടെ എന്ന് വിചാരിച്ച് എന്ന് അയ്യപ്പൻ പറയുന്നുണ്ട്. മാറി നിന്ന അയ്യപ്പൻ്റെ ഇതിൽ 2 കത്തും എഴുതി പൂർത്തീകരിച്ചപ്പോൾ കൊടുക്കുകയാണ് ചെയ്തത്. ഈ കത്തുകളിൽ ഒന്ന് ആലുംമൂട്ടിൽ
ഗോവിന്ദൻ ചാന്നാർക്ക് അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ്. അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പ ഇത് പോകുന്ന വഴി ആലുംമൂട്ടിൽ ചാന്നാരെ കണ്ട് ഈ കത്ത് ഏൽപ്പിക്കണം. ഈ രണ്ടാമത്തെ കത്ത് തിരുവനന്തപുരത്ത് അയ്യപ്പൻ ചെല്ലുമ്പോൾ കുമാരനാശാനെ ഏൽപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞാണ് 2 കത്തുകൾ കൊടുത്തത്. ഈ 2 കത്തുകളുമായിട്ട് അയ്യപ്പൻ പോയി കൊല്ലത്തുനിന്ന് ആലുംമൂട്ടിലേക്ക് തിരികെ പോയി ഗോവിന്ദൻ ചാന്നാരെ കണ്ട് ആദ്യത്തെ കത്ത് ഏൽപ്പിച്ചു. ഗോവിന്ദൻ ചാന്നാർ ഗുരുദേവൻ എഴുതിയ കത്താണെന്ന് കണ്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവിടെ നിൽക്കി ഞാനൊരു കത്ത് കൂടി എഴുതിത്തരാം, അത് കുമാരനാശാനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ചാന്നാർക്കുള്ള കത്ത് വാങ്ങിച്ച് പൊട്ടിച്ച് വായിച്ച് അവിടെ വെച്ചിട്ട് വേറൊരു കത്തെഴുതി കുമാരനാശാൻ്റെ കൊടുത്തു. അങ്ങനെ ആ 2 കത്തുകളുമായി ഗുരുദേവൻ എഴുതിയ ഒരു കത്തും ചാന്നാർ എഴുതിയ മറ്റൊരു കത്തും, അങ്ങനെ 2 കത്തുകളുമായി നേരെ തിരുവനന്തപുരത്ത് ചെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച പ്രകാരം വന്നിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് കുമാരനാശാൻ്റെ അടുക്കൽ പരിചയപ്പെടുത്തി. അപ്പോൾ ആശാൻ ചോദിച്ചു, ആരാണ്? കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അച്യുതൻ വൈദ്യൻ്റെ അനുജനാണ് ചെറായിലെ എന്ന് പറഞ്ഞു. അപ്പോഴുണ്ടായ ഭാവമാറ്റം ആശാനിൽ എത്രമാത്രം സന്തോഷത്തോടെ, എത്ര വാത്സല്യത്തോടെയാണ് എന്നോട് പിന്നീട് പെരുമാറിയത് എന്ന് അയ്യപ്പൻ പറയുന്നുണ്ട്. കാരണം എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് കുമാരനാശാൻ ഉണ്ടായിരുന്ന അടുപ്പം അത്ര വലുതായിരുന്നു എന്ന് എനിക്ക് ആ രംഗം ബോധ്യപ്പെടുത്തി തന്നു. പിന്നീടെല്ലാം പെട്ടെന്നാണ് നടന്നത്. ആശാൻ മേശ തുറന്നിട്ട് കുറേ പൈസ എടുത്ത് സഹോദരൻ അയ്യപ്പൻ്റെ കൊടുത്തു. എണ്ണി നോക്കാൻ പറഞ്ഞു. എണ്ണി നോക്കിയപ്പോൾ 100 രൂപയുണ്ട്. 100 രൂപയുണ്ടെന്ന് പറഞ്ഞു. അത് ശരി എന്ന് പറഞ്ഞു. ഈ 100 രൂപ കൈവച്ചുള്ള കോളേജിൽ ചെന്ന് ചേരുമ്പോൾ ഫീസിന് ആവശ്യത്തിനും താമസത്തിനും ഒക്കെ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് ദയിപ്പിച്ചു. എന്നിട്ട് തിരുവനന്തപുരത്ത് താമസിക്കാൻ ഉള്ള അവിടെ എന്തെങ്കിലും ഏർപ്പാടുകൾ വേണമെങ്കിൽ നമ്മെ വീണ്ടും അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താമസ സൗകര്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരു വ്യക്തിയോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പേട്ടയിൽ പരമേശ്വരൻ മാനേജർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഈ സഹോദരൻ അയ്യപ്പന് താമസിക്കാനുള്ള സൗകര്യവും ഏർപ്പാടാക്കി കൊടുത്തു. അവിടെ താമസിച്ചുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. അവിടെ പഠിച്ച് തിരുവനന്തപുരത്ത് പഠിച്ച് BA പാസ്സായി. BA പാസ്സായി കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരികെ പോരുന്നു. ഒരു പക്ഷേ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന പഴഞ്ചൊല്ല് പോലെ തന്നെ അതെല്ലാം അന്വർത്ഥമായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇടപെടലുകൾ, അഥവാ ഗുരുദേവൻ ത്രികാലജ്ഞാനിയാണല്ലോ. ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടുകയും പ്രോത്സാഹനം കൊടുക്കേണ്ട സമയത്ത് പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണല്ലോ ഇതുപോലെ തന്നെയാണ് കുമാരനാശാനെയും ഗുരുദേവനാണ് പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം നിർത്തി ഗുരുവിനോടൊപ്പം ചേർന്ന ചിന്നസ്വാമി എന്ന വിളിപ്പേര് പോലും പതിഞ്ഞു പോയിരുന്ന കുമാരനാശാനെ ഗുരുദേവനാണ് ഡോക്ടർ പൽപുവിനോടൊപ്പം മൈസൂരിൽ താമസിച്ച് അഥവാ ബാംഗ്ലൂരിൽ താമസിച്ച് പഠിക്കാൻ വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തതും. 5 വർഷം കുമാരനാശാൻ അവിടെ പലയിടത്തായി പഠിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഗുരുദേവൻ പുലർത്തി വന്നിരുന്ന മനുഷ്യൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിലും മനുഷ്യൻ്റെ പുരോഗതിക്കും വേണ്ടി ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുന്നതിനുമൊക്കെ ഗുരുദേവൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിസ്തുലമാണ്. ആ കാരുണ്യ ഹൃദയം എപ്പോഴും കരുണാർദ്രമായി ഇതുപോലെ ശിഷ്യന്മാരുടെ, ഗൃഹസ്ഥ ശിഷ്യന്മാരുടെയും സന്യാസ ശിഷ്യന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ എന്നും ഇടപെടലുകളിലൂടെ ആണ് അനശ്യൂതം മുന്നേറിയിരുന്നതെന്ന് നമുക്ക് നിസ്തർക്കമായി പറയാൻ കഴിയും. അങ്ങനെ തിരുവനന്തപുരത്തെ പഠിത്തം പൂർത്തീകരിച്ച് ചെറായിൽ തിരിച്ചെത്തിയ സഹോദരൻ അയ്യപ്പൻ അവിടെ വീണ്ടും തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിച്ചു. അവിടെ ഒരു സ്കൂളിൽ അദ്ദേഹം ജോലിക്ക് കയറി. 40 രൂപ ശമ്പളത്തിൽ അവിടെ ഒരു ഹൈസ്കൂളിൽ മലയാള അധ്യാപകനായി ജോലിക്ക് കയറി. അധ്യാപകവൃത്തി ഒരു തൊഴിലായി സ്വീകരിക്കാം, ഒരു വരുമാന മാർഗമായി അതിനെ കാണുകയും അതോടൊപ്പം അതിനപ്പുറത്ത് നിൽക്കുന്ന സാമൂഹിക ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് സജീവമായിട്ടുണ്ടായിരുന്നത്. പതിയെ പതിയെ അധ്യാപകരുടെ ഇടയിൽ ഏറ്റവും പേരും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇഷ്ടവുമുള്ള അധ്യാപകനായി സഹോദരൻ അയ്യപ്പൻ വളരുന്നു. അങ്ങനെ അയ്യപ്പൻ മാസ്റ്റർ എന്ന പേര് സഹോദരൻ അയ്യപ്പനിൽ പതിയുകയാണ്. ഈ അയ്യപ്പൻ മാസ്റ്റർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറി. അപ്പോൾ സഹോദരൻ അയ്യപ്പനെ ചുറ്റിപ്പറ്റി എപ്പോഴും കുറേയധികം ചെറുപ്പക്കാർ നിരന്തരം ഉണ്ടാവും. ഓരോ ആശയങ്ങളും അയ്യപ്പൻ ഇവരിലേക്ക് സംവദിക്കും, വിനിമയം ചെയ്യും. അങ്ങനെ അവിടെ വെച്ച് ഇവരൊരു തീരുമാനമെടുത്തു, നമുക്ക് ഈ ജാതിക്കെതിരെ സൃഷ്ടിപരമായ എന്തെങ്കിലും ഇടപെടൽ നടത്തണം. എന്ത് നടത്താനാണ്?
സുഹൃത്തുക്കൾ ചോദിച്ചു. അയ്യപ്പൻ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ തീണ്ടലും തൊടിയിലും ഇല്ലാതാക്കണമെങ്കിൽ അത് ഇല്ല എന്ന സാമൂഹ്യ ബോധം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ഇടപെടലുകൾ അതിൽ കാണിക്കാൻ കഴിയണം. അതെങ്ങനെ നമുക്ക് കാണിക്കാൻ കഴിയും? അതിനൊരു വഴിയുണ്ട്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ളതായി നമ്മൾ അറിയുന്നത് പുലയ സമുദായത്തെയാണല്ലോ. നമുക്ക് ആദ്യമായി പുലയ സമുദായത്തിൽ ഇടപെടൽ നടത്തണം. അതിന് പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിയണം. ഭക്ഷണത്തിലാണല്ലോ ഏറ്റവും അധികം തീണ്ടലും തൊടിയിലും ആളുകൾ കാണുന്നത്. തൊടുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ഒക്കെയാണ് ഏറ്റവും അധികം തീണ്ടലും തൊടിയിലും ഉള്ളതായി എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയണം, അത് നമുക്ക് ലംഘിക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? അതിനൊരു മിശ്ര ഭോജനം തന്നെ നടത്തണം. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ 1917 മെയ് 29 ചെറായിൽ നടന്ന മിശ്ര ഭോജനം. സഹോദരൻ അയ്യപ്പനെ പഠിക്കുന്ന അറിയുന്ന എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ വാചാലമായി സംസാരിക്കുന്നത് ഈ മിശ്ര ഭോജനത്തെക്കുറിച്ചുമാണ്. ശരിയാണത്. സഹോദരൻ അയ്യപ്പൻ അത്തരൊരു മിശ്ര ഭോജനം ചെറായിൽ വെച്ച് 1917 മെയ് 29 നടത്തുകയുണ്ടായി. സ്വന്തം സുഹൃത്തുക്കളെയും ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ അതിൽ സഹകരിപ്പിച്ചു. ഇതിനുവേണ്ടി അയ്യപ്പൻ ആദ്യം ചെയ്തത് അതിന് പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. അതിന് പറ്റിയ സ്ഥലം ചെറായിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള തുണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പന്തലിട്ടു. അതിനു മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചൊരു നോട്ടീസ്, ഒരു ബിറ്റ് നോട്ടീസ് നാട്ടിൽ പ്രചരിപ്പിച്ചു. ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, സഹോദരൻ അയ്യപ്പനാണ് ഈ ബിറ്റ് നോട്ടീസ് അടിച്ച ആളുകൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങി വെച്ചതെന്ന് പോലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ തുടക്കക്കാരനാണ് സഹോദരൻ അയ്യപ്പൻ. നമുക്കതിലേക്ക് വരാം. അങ്ങനെ ഒരു ബിറ്റ് നോട്ടീസ് അടിച്ച് നാട്ടിൽ പ്രചരിപ്പിച്ചിട്ട് അയ്യപ്പൻ അതിൽ എഴുതിയിരുന്നത് എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു മഹത്തായ സന്ദേശത്തെക്കുറിച്ച് നിങ്ങളോട് ആശയവിനിമയം നടത്താൻ വേണ്ടി ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഒരു യോഗം ഇവിടെ വെച്ച് ചേരുന്നുണ്ട്, അതിൽ നിങ്ങൾ നിശ്ചയമായും പങ്കെടുക്കേണ്ടതാണ് എന്ന് മാത്രം എഴുതിയ ചെറിയ നോട്ടീസ് അവിടെയെല്ലാം വിതരണം ചെയ്തു. ഈ നോട്ടീസ് കിട്ടിയ ചില ആളുകൾ ഇതെന്താണെന്ന് ആകാംക്ഷയോടുകൂടി അറിയുവാൻ വേണ്ടി പങ്കുചേർന്നിട്ടുണ്ട്. കുറേ ആളുകൾ അയ്യപ്പൻ പറഞ്ഞതനുസരിച്ച് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഇതിൻ്റെ രഹസ്യം അറിയത്തുള്ളൂ. എന്താശയമാണ് ഗുരുദേവൻ പറഞ്ഞ എന്താശയമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്, നടപ്പിലാക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവരും വന്നിട്ടുണ്ട്. ഈ തുണ്ടിപ്പറമ്പിൽ വെച്ച് നേരത്തെ തന്നെ കുറച്ച് അരി വേവിച്ച് വെച്ചിരുന്നു. 1-2 അച്ചാറും തോരൻ കറിയും എന്നൊക്കെയാണ് പറയുന്നത്, ശരിയാക്കി വെച്ചിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്നു. വന്ന ആളുകളൊക്കെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ അയ്യപ്പൻ പറഞ്ഞു, നമുക്കൊരു മീറ്റിംഗ് ആദ്യമായിട്ട് നടത്താം. അങ്ങനെ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ അധ്യക്ഷനായിട്ട് കെ കുമാരൻ എന്ന് പറയുന്ന അയ്യപ്പൻ്റെ സുഹൃത്തിരുന്നു. ആ മീറ്റിങ്ങിലെ മുഖ്യ പ്രാസംഗികനായിട്ട് അയ്യപ്പൻ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ നേരം ഇവിടെ നടക്കാൻ പോണ പരിപാടി എന്താണെന്ന് വിശദീകരിച്ച് സംസാരിച്ച്. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായ ഇതിങ്ങനെ ഒരു മിശ്ര ഭോജനമാണെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ചില ആളുകൾ നെറ്റി ചുളിച്ചു, ചിലർ പിരിഞ്ഞുപോയി, ചിലരിവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാനുള്ള ഉത്കടമായ അഭിനിവേശത്തോടെ ചുറ്റും കൂടി നിന്നു. അയ്യപ്പൻ പറഞ്ഞ അനുസരിച്ച് വന്ന സുഹൃത്തുക്കൾ അയ്യപ്പനെ ചുറ്റിപ്പറ്റി അയ്യപ്പൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടും ബാക്കി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടും അവിടെ നിന്നു. ഇങ്ങനെ 2-3 തരത്തിലുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ അയ്യപ്പനൊരു സത്യവാചകം വായിച്ചു. അത് അയ്യപ്പൻ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ സത്യവാചകം ചൊല്ലി സത്യപ്രതിജ്ഞ എടുക്കേണ്ടതാണ്. അത് വായിച്ചത് ഇപ്രകാരമായിരുന്നു: ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യവുമായതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ നിയമവിരുദ്ധമല്ലാത്ത വിധത്തിൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്ന് പൂർണ്ണ മനസ്സാലെ സമ്മതിച്ച് ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. ഈ വാചകം അയ്യപ്പൻ ഉച്ചത്തിൽ വായിക്കുകയും എല്ലാവരും അത് ഏറ്റുപറയുകയും ഇത് സത്യം സത്യം എന്ന് 3 പ്രാവശ്യം പറയുകയും ചെയ്തു. അതിനുശേഷം അയ്യപ്പൻ പറഞ്ഞു, എല്ലാവരും ഈ സത്യവാചകത്തിൻ്റെ ഇടയിൽ പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ 10-22 ചെറുപ്പക്കാർ ഇതിനിടയിൽ ഒപ്പുവിട്ടു. ഇനിയാണ് ഈ പന്തി ഭോജനം നടക്കാൻ പോകുന്നത്. അതിനുശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു അയ്യപ്പൻ, ഇതിൽ സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ജാതിമത ഭേദം കൂടാതെ ഇതിൽ സഹകരിക്കാം. ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്, ഇവിടെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന 2 പുലയ ബാലന്മാരുണ്ട്. അവരോടൊപ്പം നമ്മൾ ഇവിടെ പാചകം ചെയ്തിരിക്കുന്ന ഭക്ഷണം പങ്കിട്ട് കഴിക്കാൻ പോവുകയാണ്. ഈ പുലയ ബാലന്മാർ, അവരുടെ പേര് വള്ളൂൻ എന്നും ചാത്തൻ എന്നുമായിരുന്നു. സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന കെ അച്യുതൻ മാസ്റ്ററുടെ വീട് അടുത്ത് താമസിക്കുന്ന
പുലയ വീട്ടിലെ കുട്ടികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് പ്രകാരം ഇലയിൽ ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ ആളുകൾ കൂടുതലുണ്ട്. അപ്പോൾ ഒരു സദ്യ പോലെ വിളമ്പി കഴിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ചെറിയ കീറ്റിലയെടുത്ത് എല്ലാവരും അതിൽ ഈ ഭക്ഷണം വിളമ്പി ഒന്നിച്ചിരുന്ന് ഈ പുലയ ബാലന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചു. എന്ന് മാത്രമല്ല, അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഈ 2 പുലയ ബാലന്മാരാണ്, ഒരു പുലയ ബാലൻ ഇലയിലേക്ക് ചോറ് വിളമ്പും, മറ്റൊരു പുലയ ബാലൻ ഇലയിലേക്ക് ഭക്ഷണം വിളമ്പും, എല്ലാവർക്കും വിളമ്പിയും കൊടുത്ത്. അപ്പം തീണ്ടലും തൊടിയിലും അവിടെ പൂർണ്ണമായി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ജാതിക്കെതിരെ, ജാതി വ്യത്യാസത്തിനെതിരെ, ഐക്യത്തിനെതിരെ ചില മുദ്രാവാക്യങ്ങൾ മുഴക്കുകയൊക്കെ ചെയ്ത് അവർ പിരിഞ്ഞുപോയി. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ഒന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നാട്ടിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി തലപൊക്കി തുടങ്ങി. അയ്യപ്പനെതിരെയും അതിൽ പങ്കെടുത്തവർക്കെതിരെയും പലതരത്തിലുള്ള പൃഷ്ടുകൽപ്പിക്കൽ, പുറത്താക്കൽ തുടങ്ങിയ ആലോചനകളെല്ലാം അന്ന് നാട്ടിൽ നടന്നു. അന്ന് നാട്ടിൽ ഈഴവ സമുദായത്തിൻ്റെ മുഖ്യമായ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് വിജ്ഞാനവർദ്ധിനി സഭ എന്നാണ്. ഈ വിജ്ഞാനവർദ്ധിനി സഭയുടെ ഭാരവാഹികൾ ചേർന്ന്, അതിൻ്റെ യോഗം ചേർന്ന് ഈ പന്തിഭോജനത്തിൽ പങ്കെടുത്ത 22 കുടുംബങ്ങളെ പൃഷ്ടുകൽപ്പിച്ച് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. അന്ന് അതൊക്കെ പറ്റും. ഇന്നാണ് നിയമപരമായി തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്, നിയമമുണ്ട്. നമുക്ക് ഒരാളെ വിലക്കാനോ അങ്ങനെ മാറ്റി നിർത്താനോ ഒന്നും പറ്റില്ല. പക്ഷെ അന്ന് അത് പറ്റും. അങ്ങനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു. അയ്യപ്പനടക്കമുള്ള ആളുകളെ നാട് കടത്താൻ തീരുമാനിച്ചു. നാട്ടിലുടനീളം അയ്യപ്പനെതിരെയുള്ള പ്രചണ്ഡ പ്രചരണങ്ങൾ, അയ്യപ്പനെയും കൂട്ടുകാർക്കെതിരെയുള്ള. എന്ന് മാത്രമല്ല, അയ്യപ്പനെ പുലേനയ്യപ്പനെന്ന് വിളിച്ചാക്ഷേപിച്ചു. നാട്ടിലെ ഈഴവ സമുദായം ഒന്നാകെ അയ്യപ്പനെതിരായി. ഇതിൽ പങ്കെടുത്ത കുടുംബങ്ങളും ചെറുപ്പക്കാർ ഒഴുകി. അങ്ങനെ വിജ്ഞാനവർദ്ധിനി സഭ ശരിക്കും അയ്യപ്പനെതിരെയുള്ള പ്രചരണ രംഗത്ത് മുന്നേറുകയാണ്. അപ്പോൾ സംഘചരിതം എന്ന ഓട്ടംതുള്ളൽ മാതൃകയിലൊരു കവിത അയ്യപ്പൻ എഴുതി ഇതിനെതിരെ. അതിൽ അയ്യപ്പൻ അതിൻ്റെ ചില ഭാഗങ്ങൾ വളരെ സരസമായി ചിത്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: ഇളകി മറിഞ്ഞത് പിറ്റേ ദിവസം ജനതയശേഷം ബഹളം ബഹളം, പുലയരോട് ഈഴവർ ഒരുമിച്ചുണ്ടത് ശരിയല്ലെന്ന് ചടിച്ചു ജനങ്ങൾ, ചന്തകൾ, ബോട്ടുകൾ, അടിയന്ത്രങ്ങൾ, വണ്ടികൾ എന്നിവ ഈ വാദത്തിൻ രംഗമതായത് രണ്ടാളൊക്കിൽ ചൊല്ലാനുള്ളൊരു വാർത്ത ഇതായി, കെട്ടിയണിഞ്ഞത ചെത്താൻ കയറും കുട്ടിച്ചേട്ടൻ പാതിത്തെങ്ങിൽ, ഇഴചിന്തുപ്പടി താഴെ നോക്കി പഴി പറയുന്നു പുലച്ചോന്മാരെ. അപ്പം ഈ പങ്കെടുത്ത ആളുകളെ മുഴുവൻ വിളിച്ച് ആക്ഷേപിക്കുന്ന പുലച്ചോന്മാരെന്ന്. അപ്പം ചെത്താൻ കയറുന്ന ചെത്തുകാരൻ പോലും ചെത്താൻ കയറി തെങ്ങിൻ്റെ പകുതി വഴി എത്തുമ്പോഴും ഇവർ താഴെ കൂടെ പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ആക്ഷേപിച്ച് വിളിച്ചു പോകും, പുലച്ചോന്മാരെ നിങ്ങളവിടെ പോകാൻ. അങ്ങനെ നാടിലാകെ പ്രചരണം. അച്ചടി യന്ത്രങ്ങളിൽ അതിൻ്റെ വാർത്ത വരുന്നു. 2 പേർ ഒന്നിച്ചു കൂടിയാൽ അവിടെ ഈ ചർച്ച നടക്കുന്നു. പുലയരോട് ഈഴവർ ഒരുമിച്ചുണ്ടത് ശരിയല്ല, അതാണ് അവർക്ക് പറയാനുള്ളത്. ചന്തയിൽ അതിൻ്റെ ചർച്ച നടക്കുന്നു. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ചർച്ച നടക്കുന്നു. എങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ചർച്ച, എല്ലായിടത്തും ഇതിൻ്റെ ചർച്ചയാണ് എന്നാണ് സഹോദരനയ്യപ്പൻ ഈ സംഘചരിതം എന്ന ഓട്ടംതുള്ളലിൽ എഴുതിയിരിക്കുക. കുറേ കൂടിയുണ്ട് അതിനകത്ത്. ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രമേ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടും അവർക്ക് അടക്കം ആയില്ല. അവരിതൊരു തീരുമാനമെടുത്തു. ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെതിരാണെന്ന് വരുത്തി തീർത്താൽ ഇത് പെട്ടെന്ന് കെട്ടടങ്ങും. അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്തെന്നറിയാം? ശ്രീനാരായണ ഗുരുദേവനെ പോയി ഇവർ കണ്ടപ്പോൾ ഗുരുദേവൻ ഇവരോട് അയ്യപ്പൻ കാണിച്ചത് ശരിയായില്ല, അത്രയും ധിക്കാരപരമായ നിയമലംഘന നടപടി അയ്യപ്പൻ ചെയ്യരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞൊരു നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ചു. ഇതുകൂടി ആയപ്പോൾ അയ്യപ്പന് ശരിക്കും മനോവിഷമമുണ്ടായി. അതോടൊപ്പം നിയമപരമായ അയ്യപ്പനെ നാട് കടത്തണം എന്ന് അഭ്യർത്ഥിക്കാൻ ഇവർ രാജാവിനെ കാണാൻ തീരുമാനിച്ചു. രാജധാനിയിൽ ഒരു നിവേദക സംഘമെത്തി. അതിനുള്ള അനുമതി ചോദിച്ചപ്പോൾ ചെറായിൽ നിന്ന് ഈഴവരുടെ വിജ്ഞാനവർദ്ധിനി സഭയുടെ ഭാരവാഹികളാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നാണല്ലോ കുറിപ്പ് കൊടുത്തത്. ഇത് കണ്ടപ്പോൾ രാജാവ് ഓർത്തു, അയ്യപ്പൻ അവിടെ നടത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുശേഷം നാട്ടിലുണ്ടായിരിക്കുന്ന കോലാഹലങ്ങളും എല്ലാം ദൈനംദിനം ഇൻ്റലിജൻസ് റിപ്പോർട്ടിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് രാജാവ്. രാജാവ് ഓർത്തു, അയ്യപ്പൻ ചെയ്ത നടപടികളെ രാജാവ് ന്യായീകരിക്കാൻ വേണ്ടിയും അത് തെറ്റല്ല, അതിന് നിയമ നടപടികൾ എടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയായിരിക്കും അതിൻ്റെ ഭാരവാഹികൾ ഈഴവർ വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ ചെന്നത് നേരെ തിരിച്ച, അയ്യപ്പനെ നാട് കടത്തണമെന്ന് പറയാൻ. എന്തായാലും ഇവരെ സ്വീകരിച്ചിരുത്തി രാജാവ് അവരുടെ മുമ്പിൽ വന്നിട്ട് ആദ്യം തന്നെ രാജാവ് അങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് രാജാവ് പറഞ്ഞതെന്നാണ് പിന്നീട് രേഖപ്പെടുത്തി കാണുന്നത്.
നാം എല്ലാം അറിയുന്നുണ്ട്. അയ്യപ്പൻ അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്നു എന്നറിഞ്ഞതിൽ നാം സന്തോഷിക്കുന്നു. കാരണം തൊടിയിലും തീണ്ടലും ജാതി അനാചാരങ്ങളും എല്ലാ കാലത്തും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല. നമുക്കുമുണ്ട് അത് പരിഷ്കരിക്കണമെന്ന്. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ മര്യാദകൾ ഒരു കൂട്ടം ആളുകൾക്ക് അത് പരിഷ്കരിക്കുമ്പോൾ അരോചകമായി തോന്നും. അവരുടെ കൂടെ മനസ്സ് അതിലേക്ക് കൊണ്ടുവരേണ്ട കാലവിളംബം ഉണ്ടാകും എന്നതുകൊണ്ടാണ് നാം പെട്ടെന്ന് അത്തരം ഒരു കാര്യം ചെയ്യാൻ വൈമനസ്യം കാണിക്കുന്നത്. ഏതായാലും ആ രംഗത്ത് അയ്യപ്പൻ ചെയ്യുന്ന പ്രവൃത്തികളെ നാം ശ്ലാഘിക്കുന്നു എന്ന് അയ്യപ്പനോട് പറഞ്ഞേക്കണം. ഇതാണ് പറഞ്ഞ മറുപടി. ചെന്നവരാകെ വിഷമിച്ചു പോയി. ചെന്ന എന്തിനാ? അയ്യപ്പനെ നാട് കടത്തണമെന്ന് പറയാനാ. അവരവിടെ ഇരുന്നുകൊണ്ട് കുശുകുശിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. തിരുമേനി, ഞങ്ങൾ വന്നത് ചെറായിൽ ഞങ്ങളൊരു ക്ഷേത്രം നിർമ്മിക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിന് അവിടുത്തെ സഹായം ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്ത് സഹായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന് വേണ്ടുന്ന കല്ലും മറ്റ് സാമഗ്രികളും ഒക്കെ ഞങ്ങൾ അടുപ്പിച്ചിട്ടുണ്ട്. തടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടുത്തെ അനുമതി വേണമല്ലോ തടി വെട്ടിയെടുക്കണമെങ്കിൽ. അതുകൊണ്ട് അതിനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞു. സൗജന്യമായി ക്ഷേത്രത്തിന് തടി വെട്ടിയെടുത്തുകൊള്ളുക എന്ന അനുമതി കൊടുത്തു. ആ അനുമതി പത്രവും സെക്രട്ടറി ഒപ്പിട്ടത്, രാജാവിൻ്റെ സെക്രട്ടറി ഒപ്പിട്ടത് വാങ്ങിക്കൊണ്ട് ഇവർ മടങ്ങി എന്നാണ് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അയ്യപ്പനെ നാട് കടത്താൻ വേണ്ടി പോയവർ ക്ഷേത്രം പണിക്ക് ആവശ്യമുള്ള തടിയും വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുന്നത്. അപ്പം ഗുരുദേവനെതിരാണെന്ന് പ്രചരിപ്പിച്ച ഒരു സംഭവം പിന്നെ അവശേഷിക്കുകയാണ്. അത് അയ്യപ്പനെ വളരെയേറെ ഒരു നിരാശാജനകമാക്കി, നിരാശനാക്കി. അതിലൂടെ മുന്നോട്ട് പോകാൻ ഇനി കഴിയുമോ എന്നുള്ള സംശയം വരെ അയ്യപ്പന് ഉണ്ടായി. അതുകൊണ്ട് അയ്യപ്പനൊരു കാര്യം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവനെ പോയി കാണാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അയ്യപ്പൻ ഗുരുദേവൻ ആലുവായിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആലുവായിലേക്ക് പോയി ഗുരുദേവനെ ചെന്ന് കണ്ടു. ഗുരുദേവനും അയ്യപ്പനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് അയ്യപ്പൻ ഈ സങ്കടം പറഞ്ഞ് അവിടെ നിന്ന് ഗുരുവിൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അയ്യപ്പൻ അവിടെ നടത്തുന്ന എല്ലാ പ്രവൃത്തികളും നാം മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അയ്യപ്പൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അയ്യപ്പന് നടത്തുന്ന ഈ പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനമായി വളരും. അയ്യപ്പൻ ഒരു കാര്യം ചെയ്താൽ മതി. അയ്യപ്പൻ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. അയ്യപ്പനത് ശിരസാ വഹിച്ചു. ക്രിസ്തുവിനെ പോലെ തന്നെ ക്ഷമിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ എതിർക്കുന്നവരോടും അതൃപ്തി ഒന്നും തോന്നേണ്ട, അവരോടും ക്ഷമിക്കണം. അയ്യപ്പനോട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കൊടുത്തത് ഇതാണ്. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, സ്വാമി അതുപോരാ, എനിക്കെതിരെ നാട്ടിലെല്ലാം ലഘുലേഖകളെല്ലാം വിജ്ഞാനവർദ്ധിനി സഭക്കാർ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അവിടുന്ന് എനിക്കൊരു സന്ദേശം എഴുതി തന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ശ്രീനാരായണ ഗുരുദേവൻ അയ്യപ്പന് ഒരു സന്ദേശം എഴുതി കൊടുത്തു. സാധാരണ ഗുരുദേവൻ സന്ദേശം ഒക്കെ കൊടുക്കുന്നത് ശിഷ്യന്മാരെ കൊണ്ട് എഴുതിക്കുകയും അതിനിടയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒപ്പിടുകയും ചെയ്തു. ഇത് അതിന് വിരുദ്ധമായി കടലാസും പേനയും കൊണ്ടുവരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അതിന് പ്രകാരം കടലാസും പേനയും ഗുരുദേവൻ്റെ കയ്യിൽ ശിഷ്യന്മാർ കൊണ്ട് കൊടുത്തപ്പോൾ ഗുരു തന്നെ സ്വന്തം കൈയക്ഷരത്തിൽ ഒരു സന്ദേശം എഴുതി അയ്യപ്പന് കൊടുത്തു. നമ്മുടെ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഗുരുവിൻ്റെ കൈയക്ഷരം കാണാനുള്ള സൗഭാഗ്യമോ എന്തായാലും ഇന്ന് നമുക്ക് ഗുരുവിൻ്റേതായി ലഭ്യമായിട്ടുള്ള സന്ദേശം സ്വന്തം കൈയക്ഷരത്തിലുള്ളത് അതുമാത്രമാണ്. ബാക്കിയൊക്കെ പിന്നെ അച്ചടിച്ചതും ഗുരു പലപ്പോഴായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതും ഒക്കെ ഗുരുവിൻ്റെ കൈയക്ഷരത്തിലല്ല. SNDP യോഗത്തിൻ്റെ ചില മീറ്റിങ്ങുകളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയ രസീതുകളും ഒക്കെ ഗുരുവിൻ്റെ കൈയക്ഷരത്തിലുണ്ട്. പക്ഷെ അത് സന്ദേശമല്ലല്ലോ. ഗുരുവിൻ്റെ ഒരു സന്ദേശം, ഒരു മഹാസന്ദേശം ഗുരുവിൻ്റെ കൈയക്ഷരത്തിൽ ഇന്ന് ലഭ്യമായത് ഈ സന്ദേശമാണ്. അതിൽ ഗുരു എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരുടെ മതം, വേഷം, ഭാഷ ഇവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഇതെഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് നാരായണ ഗുരു. ഇവിടെ ഒരു കാര്യം കൂടി സ്പഷ്ടമാകുന്നു. ഇതിനിടയ്ക്ക് അതുകൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതിതാണ്, ആ എഴുതി ഒപ്പിട്ടത് ആരാണ്? നാരായണ ഗുരു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വ്യക്തി തൻ്റെ പേരെഴുതുമ്പോൾ ഡോക്ടർ നടരാജൻ എന്നൊരാൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? വൈദ്യശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു ശാഖയിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ എടുത്ത് ചികിത്സിക്കാനുള്ള യോഗ്യത
ഞാൻ നേടിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമല്ലേ ഡോക്ടർ നടരാജൻ എന്നൊരാൾ എഴുതുന്നത്? അതുപോലെ ഓരോരുത്തരും ഒപ്പിടുമ്പോൾ അവരവരുടെ ആ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ എന്ന് വയ്ക്കുന്നത് എനിക്ക് ആ ശാസ്ത്രത്തിൽ പാണ്ഡിത്യമുണ്ട്, അതിൻ്റെ യോഗ്യത ഞാൻ നേടിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമല്ലേ? ഇവിടെ ഗുരുദേവൻ എങ്ങനെയാണ് ഒപ്പിട്ടത്? നാരായണ ഗുരു. അപ്പോൾ ആരാണ്? ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് എന്ന് അസന്നിഗ്ധമായി അറിയിക്കുക കൂടിയല്ലേ ഗുരുദേവൻ അതിലൂടെ ചെയ്തത്? അത് ശരിയാണ്. ആ കാലഘട്ടത്തിലെല്ലാം ഗുരു എഴുതുന്നതിലെല്ലാം നാരായണ ഗുരു എന്ന് തന്നെയാണ് ഒപ്പിട്ടിരുന്നത്. ഗുരു എന്നാൽ എന്താണ്? പരബ്രഹ്മ പ്രതീകമാണ്. ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേം നമ എന്നല്ലേ പഠിപ്പിക്കുന്നത്. അപ്പം ഗുരു പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. നാം പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയാതെ പറയുകയാണ് ഗുരു ഇത്തരം പ്രവൃത്തികളിലൂടെ ചെയ്തത് എന്നുകൂടിയുള്ള ഒരു സന്ദേശം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഈ സന്ദേശവുമായി ഗുരുദേവൻ്റെ ഈ സന്ദേശവുമായി സഹോദരൻ അയ്യപ്പൻ നാട്ടിലേക്ക് തിരിച്ചുപോയി ഇതിൻ്റെ 100 കണക്കിന് കോപ്പികളെടുത്ത് നാട്ടിലാകെ പ്രചരിപ്പിച്ചു. അതോടുകൂടി അയ്യപ്പനെതിരായിട്ടുള്ള പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി. നാട്ടിൽ കുറേശ്ശെ ആളുകൾ അയ്യപ്പൻ്റെ പക്ഷത്ത് ചേരുന്നതിന് ഇടയായി. അങ്ങനെ അയ്യപ്പൻ നാട്ടിലുടനീളം എന്തിന് കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കൂടി വ്യാപിച്ച തരത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജാതിക്കെതിരായ പ്രവർത്തനങ്ങൾ ധാരാളമായി സംഘടിപ്പിച്ചു. എതിരുകളും ധാരാളമായിട്ട് എപ്പോഴും ഉണ്ടാകുമായിരുന്നു, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പല ഭാഗങ്ങളിലും മീറ്റിംഗ് നടത്തുമ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ മേത്ത് നീറും കൂട് പറിച്ച് കുടഞ്ഞേച്ച് ചീത്ത വിളിച്ചേച്ച് ആളുകൾ ഓടുക, ചീമുട്ട കൊണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ മുഖത്ത് എറിയുക, തെറി വിളിച്ച് സഹോദരൻ അയ്യപ്പൻ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന വേദികൾ തകർത്ത് കളയുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്ത് വേണ്ടി സഹോദരൻ അയ്യപ്പൻ പിന്നീട് വേദികളില്ലാതെ പ്രസംഗിക്കാൻ തുടങ്ങി. പന്തലുകൾ ഇടുകയില്ല, ഒന്നുമില്ല. പന്തലിട്ട പൊളിച്ച് കളയും ചിലർ, അവിടെ എന്തെങ്കിലും തെറി എഴുതി വെക്കും. അതുകൊണ്ട് സമയത്ത് ഒരു വീങ്ങപ്പെട്ടി കൊണ്ടില്ലും വണ്ടിയിൽ, ആ വീങ്ങപ്പെട്ടി ഒരു പ്ലാറ്റ്ഫോമാക്കി അതിൽ കയറി നിന്ന് സഹോദരൻ അയ്യപ്പൻ പ്രസംഗിക്കും. അത്ര കുശാഗ്ര ബുദ്ധിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിരുന്നത്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ സഹോദരൻ അയ്യപ്പനെ തല്ലാനും കൊല്ലാനും ഒക്കെ ആളുകൾ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സന്ദർഭം ഞാൻ പറയാം. ഈ വൈപ്പിൻ പ്രദേശത്ത് ഒരിടത്ത് സഹോദരൻ അയ്യപ്പൻ ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ സഹോദരൻ അയ്യപ്പൻ പ്രസംഗിക്കാൻ വരുമെന്ന് വിറ്റ് നോട്ടീസ് അടിച്ച് നേരത്തെ തന്നെ വിതരണം ചെയ്തു. പക്ഷെ അവിടെ ആളുകൾ സംഘടിച്ചു പോയി. ചെറായിൽ നിന്ന് വിഷം കലക്കാൻ ഇവൻ ഇവിടെയും വരികയാണ്, ഇവനെ ഇനി ജീവനോടെ വിടണ്ട, ഇവിടെ കൊല്ലണം, അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഇത് അവിടെ തന്നെ സഹോദരൻ അയ്യപ്പനെ അനുകൂലിക്കുന്ന ചിലരുണ്ടാവുമല്ലോ, അവർ പറഞ്ഞ് സഹോദരൻ അയ്യപ്പൻ അറിഞ്ഞു. അവർ പറഞ്ഞത് അയ്യപ്പനോട് അവിടെ പോകരുത്, പ്രസംഗിക്കാൻ മീറ്റിംഗ് മാറ്റി വെക്കണമെന്നാണ്. ആ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു അത് സാരമില്ല, നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു. സഹോദരൻ അയ്യപ്പൻ ആരോടും പറഞ്ഞില്ല എന്താ ചെയ്യുന്നത്. എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ 2 മണിക്ക് മീറ്റിംഗ് നടത്താനിരുന്ന സ്ഥലത്ത് 1 മണിയായപ്പോൾ സഹോദരൻ അയ്യപ്പനും അനുചരന്മാരും ചെന്നു. അവർക്ക് നടത്താനുള്ള എല്ലാ പരിപാടിയും 2 മണിയാകുന്നതിന് മുമ്പ് നടത്തി തീർത്തു. പ്രസംഗവും നടത്തി. 2 മണിക്കാണ് പതുക്കെ ആളുകൾ വന്നു തുടങ്ങിയത്. സഹോദരൻ അയ്യപ്പൻ അവിടെ വരും, 2 മണി കഴിഞ്ഞ് മീറ്റിംഗ് നടക്കും. അപ്പോൾ സഹോദരൻ അയ്യപ്പനെ വെട്ടിക്കൊല്ലാം എന്ന് വിചാരിച്ചു വന്ന ആളുകൾ അതിനു മുമ്പേ സഹോദരൻ അയ്യപ്പൻ മീറ്റിംഗ് നിർത്തി പോയ വിവരം അറിഞ്ഞ് ഇച്ഛാഭംഗരായി മടങ്ങി. എന്നിട്ട് അയ്യപ്പൻ ധൃതി പിടിച്ച് അയ്യപ്പൻ്റെ കൂട്ടുകാരൻ ചേർന്ന് ഒരു കടവിൽ ചെന്ന് വള്ളത്തിൽ കയറി അക്കരെ കയറി പോകണം, ഇല്ലെങ്കിൽ അവിടെ നിന്നാൽ വീണ്ടും പ്രശ്നമാകും എന്ന് അറിയാമായിരുന്നതുകൊണ്ട് അയ്യപ്പൻ ധൃതി കൂട്ടി വള്ളക്കാരനെ വിളിക്കുകയും വള്ളക്കാരൻ വന്ന് വള്ളം ഇറക്കുകയും ചെയ്തപ്പോൾ ഈ വള്ളക്കാരൻ തന്നെ അയ്യപ്പനോട് ചോദിച്ചൊരു വാചകമുണ്ട്. എന്താ അക്കരെ കൊലപാതകം നടന്നോ? ഉടനെ അയ്യപ്പൻ ചോദിച്ചു ആരെ കൊല്ലുന്നു? ആ പുലയൻ അയ്യപ്പൻ അവിടെ പ്രസംഗിക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് ഒരു ചീത്തപ്പടയെ വിളിച്ചു പറഞ്ഞു അവനെ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അവിടെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു, അവനെ കൊന്നോ? അത് കണ്ടിട്ടാണോ നിങ്ങൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇവിടെ വന്ന് വള്ളത്തെ കയറി അക്കരയ്ക്ക് പോകുന്നത്? അതറിയാൻ വേണ്ടി ചോദിച്ചതാന്ന് പറഞ്ഞു. അപ്പം വള്ളത്തെ ഇരിക്കുന്ന ആരാ? അയ്യപ്പൻ. അയ്യപ്പൻ മറുപടി പറഞ്ഞ് നമുക്കതറിയത്തില്ല, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് പോയച്ചു വരുന്ന ആളുകളാണ് പറഞ്ഞു. ഒരുപക്ഷെ ഞാനാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വള്ളത്തിൻ്റെ തുഴ കൊണ്ട് തല്ലി അയാൾ ചിലപ്പോൾ അയ്യപ്പനെ ആറ്റിലിട്ടാനെ. കാരണം അത്രയ്ക്ക് വൈരാഗ്യമാണ് ചില ആളുകൾക്ക് അയ്യപ്പനോടുണ്ടായിരുന്നത്. അയ്യപ്പൻ ചെയ്യുന്നത് എന്താ? ജാതി നശിക്കണം, ജാതി ഇല്ലാത്തതാണ് എന്ന ഗുരുദേവ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുകയും സ്വന്തം ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു. അതുമാത്രമാണ് സഹോദരൻ അയ്യപ്പൻ ചെയ്ത തെറ്റ്. കാരണം ഗുരു 2 കൃതികളാണ് അതിനെതിരെ എഴുതിയിട്ടുള്ളത്. ജാതി നിർണയം എന്ന കൃതിയും ജാതി ലക്ഷണം എന്ന കൃതിയും എഴുതിയിട്ടുണ്ട്. മാത്രമല്ല നിരന്തരമായി എല്ലാവരും ഉദ്ബോധിപ്പിച്ചിരുന്നതും ജാതി വ്യത്യാസം പാടില്ല എന്നാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് ഗുരു പറഞ്ഞിരുന്നു. ഇത് ഹൃദയത്തിലേറ്റി നെഞ്ചേറ്റി അതിനുവേണ്ടി പ്രയത്നിച്ചു അയ്യപ്പൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോൾ ഈ പ്രവർത്തന പരിപാടി എങ്ങനെയാണ് അയ്യപ്പൻ സംഘടിപ്പിച്ചിരുന്നറിയോ?
കാരണം പുതുമ അതിനകത്തെല്ലാം അയ്യപ്പൻ കൊണ്ടുവന്നിരുന്നു. ഒരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തണം എന്ന് തീരുമാനിച്ചാൽ അവിടെ എത്തിയിട്ട് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ചെണ്ടമേള, അന്ന് തപ്പ അല്ലെങ്കിൽ ചെണ്ടയൊക്കെയാണ്, ചെണ്ട കൊട്ടി ആളുകളെ വിളിച്ചു വരുത്തും. അപ്പം കുറേ ആളുകൾ ഇത് ശ്രദ്ധിച്ചു തന്നാന്നറിയാൻ വരും. അപ്പം കുറച്ചൊക്കെ സദസ്സായി എന്ന് കണ്ടാൽ ഉടനെ അയ്യപ്പൻ ഒരു വീങ്ങപ്പെട്ടി ഇട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗം ആരംഭിക്കും. മൈക്കൊന്നുമില്ല. അവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ജാതിക്കെതിരെയാണ് പ്രസംഗിക്കുന്നത്. മുഖ്യമായിട്ടും ഗുരുദേവ സന്ദേശങ്ങളെല്ലാം കൂട്ടി ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കും. ഈ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ വേറൊരു പരിപാടിയുണ്ട്. ഇവർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു കോലമുണ്ടാവും. ഈ കോലം കത്തിക്കൽ യഥാർത്ഥത്തിൽ സഹോദരനയ്യപ്പനാണ് സമൂഹത്തെ കോലം കത്തിക്കാൻ പഠിപ്പിച്ചത്. ഈ കോലം ഉയർത്തിക്കൊണ്ടുവരും കുറേ ചെറുപ്പക്കാർ. ആ കോലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജാതി പിശാചെന്ന്. ആ ജാതി പിശാചിനെ കത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു കുടുക്ക തൂക്കിയിട്ടിട്ടുണ്ട്. ആ കുടുക്കയിൽ എഴുതിയിട്ടുണ്ട് അസൂയ കുടുക്ക എന്ന്. അങ്ങനെ അസൂയ കുടുക്ക കയ്യിൽ തൂക്കിയ ജാതി പിശാചിൻ്റെ കോലം അവിടെ കത്തിക്കും. ആ കോലം കത്തിക്കുമ്പോൾ ചുറ്റും നിന്ന ആളുകൾ ജാതി നശിക്കട്ടെ, ജാതി നശിക്കട്ടെ, അയിത്തം നശിക്കട്ടെ, അയിത്തം നശിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കും. ഇത് കത്തിത്തീർന്നു കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് തുടങ്ങിയ ആപ്തവാക്യങ്ങൾ എഴുതിയ അല്ലെങ്കിൽ ആലേഖനം ചെയ്ത ബാനർ ഉയർത്തിപ്പിടിക്കും. ഈ ബാനർ ഉയർത്തിപ്പിടിക്കുന്നതോടെ വാദ്യമേളങ്ങൾ അവസാനിക്കും, അവിടുത്തെ പരിപാടി തീരും. പിന്നെ അവരവിടുന്ന് മടങ്ങും. ഇതേ പരിപാടിയാണ് എല്ലായിടത്തും ആവർത്തിച്ചിരുന്നത്. ഇവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല സഹോദരനയ്യപ്പൻ്റെ ഈ ദൃശ്യ പ്രവർത്തനങ്ങൾ. കൊടുങ്ങല്ലൂരിലെന്ന് നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഇപ്പോഴും പ്രതീകാത്മകമായി അവിടെ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതില്ലെങ്കിൽ കേൾവിക്കാർ ക്ഷമിക്കണം, നിർത്തിയെങ്കിൽ വളരെ സന്തോഷം. ചെറിയ രീതിയിൽ പ്രതീകാത്മകമായി നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അന്ന് കൊടുങ്ങല്ലൂർ, ഭരണി, പൂരം തുടങ്ങിയ നാളുകളിൽ കാവ് തീണ്ടൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുമ്പോൾ അവിടെ തെറിപ്പാട്ട് പാടി മദ്യപിച്ച ആളുകൾ കൂടുകയും കോഴിയെയൊക്കെ പെടലി വെട്ടി ചോര ഒഴുക്കി അതിൻ്റെ പപ്പ് കടിച്ചു പറിച്ച് മാംസം കടിച്ചു പറിച്ചൊക്കെ ഭയങ്കര വിക്രിയകൾ കാണിക്കും. ഇത് കൊടുങ്ങല്ലൂരിൽ സ്ഥിരം നടന്നിരുന്ന. ഇതിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈഴവ സമുദായത്തിലും അതുപോലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അല്ലാത്തവരൊന്നും ഇതിനകത്ത് അങ്ങനെ സഹകരിക്കുകയില്ല. വെളിച്ചപ്പാട് പോലെ വേഷം ധരിച്ച് ഉറഞ്ഞു തുള്ളി കാവ് തീണ്ടൽ ചടങ്ങുകളിലേക്ക് പോകുന്ന എല്ലാ വർഷവും പതിവായിട്ടുണ്ട്. ഇതിനെതിരെയും സഹോദരനയ്യപ്പൻ സംഘടിച്ചു. സഹോദരനയ്യപ്പനും മിതവാദി കൃഷ്ണൻ വക്കീലും അതുപോലുള്ള പല ആളുകളും ഇതിൻ്റെ ഒപ്പം നിന്ന് ഇതിനെതിരെ സമരം ചെയ്തു. ഇതിനെതിരെ അവർ നടത്തുന്ന സമരം ഇങ്ങനെയായിരുന്നു. ഈ വഴിയിൽ ഇതിങ്ങനെ ജാഥയായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഈ കാവിലേക്ക് പോവുക, അതിൻ്റെ വഴി സൈഡിൽ നിന്നുകൊണ്ട് അവർക്ക് ലഘുലേഖ വിതരണം ചെയ്യുകയും ഇവർ പാട്ട് പാടുകയും ചെയ്യും. പാട്ട് പാടുന്ന ഈ തരത്തിലുള്ള പാട്ടുകളാണ്. അതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: ഭരണിക്ക് പോകല്ലേ സോദരരെ, ഭരണിക്ക് പോകല്ലേ സോദരരെ, ഭരണിക്ക് പോകല്ലേ നിങ്ങളാരും, കനിവറ്റ് ജീവിയെ കൊന്നിടുന്ന, മതിവിട്ടു മദ്യം കുടിച്ചിടുന്ന, തെറിപാടി ലോകം കെടുത്തിടുന്ന നരകത്തിൻ വാതിൽ ഭരണി ഇത്. അതുകൊണ്ട് ഭരണിക്ക് പോകല്ലേ സോദരരെ, ഭരണിക്ക് പോകല്ലേ സോദരരെ നിങ്ങൾ എന്നുള്ള പാട്ടാണ് പാടുന്നത്. ഇതവിടെ ചിലവാകുമോ? കള്ളു കുടിച്ച് ലക്ക് കെട്ട് ആൺപെൺ ഭേദമില്ലാതെ അഴിഞ്ഞാടി ആളുകൾ വരുന്നിടത്ത്, ഈ പാട്ട് പാടുന്നിടത്ത് ചെന്ന് അവർ ഈ പാടുന്നവരെ മുഴുവൻ തല്ലും. സഹോദരനയ്യപ്പൻ്റെ ഷർട്ട് വലിച്ചു കീറി ശരിക്കും സഹോദരനയ്യപ്പൻ മർദ്ദനയേറ്റിട്ടുണ്ട്. പോലീസ് ഇടപെട്ടാണ് സഹോദരനയ്യപ്പനെ സംഘത്തെ മോചിപ്പിക്കുക. അങ്ങനെ മോചിപ്പിച്ചു വിടുന്ന സഹോദരനയ്യപ്പൻ പിന്നെ അടുത്ത വർഷവും ഈ ഭരണി സമയത്ത് അവിടെ വന്ന് പാട്ട് പാടും ഇതിനെതിരെ. അങ്ങനെ ത്യാഗോജ്വലമായാണ് സഹോദരനയ്യപ്പൻ സമരം നയിച്ചത്. ഒരുപാട് മർദ്ദനമേറ്റു. ഏതിന്? ഈ തരത്തിൽ പന്തിഭോജനത്തിൻ്റെ പ്രചരണത്തിനും ഈ ഭരണിക്കെതിരെ, ഭരണിപ്പാട്ടിനെതിരെയുള്ള പ്രചരണത്തിനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ അയ്യപ്പൻ SNDP യോഗവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഗുരുദേവനോടൊപ്പം പലതരത്തിലുള്ള പിരിവുകൾക്കുമാണ് സഹോദരനയ്യപ്പൻ പോയിക്കൊണ്ടിരുന്നത്. ഈ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന സഹോദരനയ്യപ്പന് വീണ്ടും താൻ തൻ്റെ ആഗ്രഹപ്രകാരം വിദ്യാഭ്യാസത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിയമപഠനം കൂടി നടത്തണം എന്നൊരു ചിന്തയുണ്ടായി. ഈ നിയമപഠനം നടത്തുന്നതിന് വേണ്ടിയും സഹോദരനയ്യപ്പൻ വീണ്ടും തിരുവനന്തപുരത്താണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ചെന്ന് ചേർന്നു. പക്ഷെ ചേരണമെങ്കിലും അവിടെ പഠിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പരാധീനതയുണ്ട്. അങ്ങനെ കുമാരനാശാൻ്റെ ശുപാർശ വീണ്ടും സ്വീകരിക്കുകയാണ്. കുമാരനാശാൻ്റെ ശുപാർശ വീണ്ടും സ്വീകരിച്ചുകൊണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടി.
തിരുവനന്തപുരം ചാല മലയാളം ഹൈസ്കൂളിലാണ്. 60 രൂപ ശമ്പളം. അങ്ങനെ ആ ശമ്പളം പറ്റി അവിടെ അധ്യാപകവൃത്തി നടത്തുകയും ഈവനിങ് ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ചേർന്ന് പഠിക്കുകയും ചെയ്തു. സഹോദരനയ്യപ്പൻ 2 വർഷമേ അതും പഠിച്ചുള്ളൂ. 1 വർഷം കൂടെ പഠിച്ചിരുന്ന നിയമബിരുദം നേടി പോരാൻ കഴിയുമാണ്. കാരണം സഹോദരനയ്യപ്പൻ പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. പക്ഷേ സഹോദരനയ്യപ്പൻ്റെ ചിന്ത മുഴുവൻ നാട്ടിലാണ്. കാരണം 1917 തന്നെ, ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്, സഹോദരനയ്യപ്പൻ തൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം ഒരു മാസിക തുടങ്ങിയിരുന്നു, സഹോദരൻ മാസിക. ആ മാസിക പിന്നീട് ദ്വൈവാര പ്രസിദ്ധീകരണമായി ഒക്കെ നാട്ടിലിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ലോ വിദ്യാഭ്യാസത്തിന് തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ അതിൻ്റെ പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് നടത്തുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടും തടസ്സവും ഒക്കെ ഉണ്ടായി. നാട്ടിൽ പൊതുപ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതിൽ നാട്ടിൽ അതുമായുള്ള ബന്ധം വിച്ഛേദിച്ചാലുള്ള വിഷമം, അപ്പം പത്രം നടത്താൻ കഴിയാത്ത കാര്യം, നാടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാലുള്ള വിഷമം, ഇതെല്ലാം കൂടെ ചേർന്ന് പഠിത്തത്തെ ബാധിച്ചു. ലോ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയായി തുടരാൻ കഴിയാതെ 2 വർഷം കൊണ്ട് ലോ വിദ്യാഭ്യാസം നിർത്തി നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോരുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ നാട്ടിൽ നിന്ന് വീണ്ടും സഹോദരനയ്യപ്പൻ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം പ്രവർത്തിക്കുന്ന കാലത്ത് SNDP യോഗമായിട്ടുള്ള സഹകരണം വീണ്ടും സജീവമായി. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ സഹോദരനയ്യപ്പൻ നിരന്തരം കുമാരനാശാനുമായി ബന്ധപ്പെട്ടിരുന്നു. SNDP യോഗം ഓഫീസിൽ നിരന്തരം സന്ദർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സഹോദരനയ്യപ്പൻ. ആശാനും സഹോദരനയ്യപ്പനും തമ്മിൽ ഏതാണ്ട് 15 വയസ്സിലധികം പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ആശാൻ സഹോദരനയ്യപ്പനെ സ്വന്തം സുഹൃത്തിനെ പോലെയാണ് കണ്ടിരുന്നത്. സഹോദരനയ്യപ്പനാട്ടെ ആശാനെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായി കണ്ടിരുന്നു. പക്ഷേ അച്യുതൻ വൈദ്യർക്ക് പകരക്കാരനായിട്ടാണ് കണ്ടിരുന്നതെന്ന് പറയുന്നതായിരിക്കും ശരി. എന്തായാലും ഈ ബന്ധം വളരെയേറെ കാലം സുദൃഢമായി നിലനിന്നിരുന്നു. ഇതിനിടയ്ക്ക് സഹോദരനയ്യപ്പൻ്റെ താമസം പോലും കൈതമുക്കിൽ കുമാരനാശാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അക്കാലത്ത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. സഹോദരനയ്യപ്പൻ ആ വീട്ടിൽ നിന്ന് താമസം മാറി പോകുന്നത്, കുമാരനാശാൻ 1917 വിവാഹം കഴിച്ചിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ സഹധർമ്മിണിയുമായിട്ട് കൈതമുക്കിലേക്ക് വന്ന് താമസം ആരംഭിക്കുന്നുണ്ട്. ആ സമയത്താണ് പോകുന്നത്. കാരണം പിന്നെ ആ വീട്ടിൽ സഹോദരനയ്യപ്പനും ആശാനും ഒന്നിച്ച് കഴിയാനുള്ള സൗകര്യമില്ലാത്തൊരു ചെറിയ വീടാണ്. അതുകൊണ്ട് സഹോദരനയ്യപ്പൻ അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഈ രംഗത്ത് ഈ സന്ദർഭത്തിൽ ആശാൻ്റെ ചില ചിന്തകൾ സഹധർമ്മിണിയുമായി ആശാൻ പങ്കുവെച്ചത് നമുക്കൊരു പാഠമാണ്. സഹോദരനയ്യപ്പൻ വീട്ടിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങി പോകുമ്പോൾ നിർനിമേഷനായി ആശാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അയ്യപ്പനെ തന്നെ. സഹധർമ്മിണി ചോദിച്ചു, എന്തു പറ്റി, എന്താ ഇത്ര ദുഃഖത്തോടു കൂടി നോക്കി നിൽക്കാൻ കാരണം? ആശാൻ പെട്ടെന്ന് സഹധർമ്മിണിയോട് പറഞ്ഞ വാക്കുകളുണ്ട്, നമ്മുടെ ഹൃദയത്തിലും അത് പതിയും. ആ ഇറങ്ങി പോകുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ഈ വീടിൻ്റെ വിളക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വിളക്ക് പോലെയാണ് സഹോദരനയ്യപ്പനെ കുമാരനാശാൻ അന്ന് കണ്ടിരുന്നു. ഒരുപാട് സാഹിത്യ ചർച്ചകൾ ഇവർ തമ്മിൽ ആ മുറി അവിടെ കൈതമുക്കിൽ വെച്ച് നടത്തുമായിരുന്നു. സഹോദരനയ്യപ്പൻ പിൽക്കാലത്ത് അതൊക്കെ പറയുന്നുണ്ട്. സാഹിത്യ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ആശാൻ എഴുതുന്ന കൃതികളെല്ലാം ഒരു പക്ഷേ ആദ്യം വായിച്ച് കേൾപ്പിക്കുന്നത് സഹോദരനയ്യപ്പനെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ സഹോദരനയ്യപ്പൻ കൊണ്ടുപിടിച്ച ചർച്ച ചെയ്യും. ഇതിനൊരു കാരണം, സഹോദരനയ്യപ്പനും കവിത എഴുതുന്നയാളാണ്. ഒരു 60-ലധികം കവിതകൾ സഹോദരനയ്യപ്പൻ്റെ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് സഹോദരനയ്യപ്പൻ്റെ പദ്യകൃതികൾ എന്നും പറഞ്ഞ് ഇന്നിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാതെ പ്രസിദ്ധീകരിക്കാത്ത ധാരാളം കൃതിയുണ്ട്. അപ്പോൾ 100-ലധികം കൃതികൾ സഹോദരനയ്യപ്പൻ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊരു സാഹിത്യ അഭിരുചി കൂടി ഉണ്ടായിരുന്ന ആൾ, സംസ്കൃതം പഠിച്ച ആൾ എന്ന നിലയിൽ ആശാനുമായിട്ട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടും. അയ്യപ്പൻ പറയുന്ന ഇതാണ്, എങ്ങനെ തർക്കിച്ചാലും അവസാനം കുമാരനാശാൻ താൻ പിടിച്ചെടുത്ത് കൊണ്ട് കിട്ടും, താൻ എഴുതിയതാണ് ശരി എന്ന് പറയും. എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിലൊക്കെ ചില വാക്യങ്ങൾ ആശാൻ തിരുത്തിയിട്ടുമുണ്ട് കൃതികളിലെ എന്ന് അയ്യപ്പൻ പറയുന്നുണ്ട്. അതേതാണെന്ന് അയ്യപ്പൻ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആശാനുമായിട്ട് തർക്കം നടക്കും. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ആശാൻ ഏറ്റവും ക്ഷോഭിച്ച് കണ്ട ഒരു രംഗം സഹോദരനയ്യപ്പൻ പിൽക്കാലത്ത് പറയുന്ന ഇതാണ്. ദുരവസ്ഥ എന്ന കൃതി ആശാൻ എഴുതിയത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെയേറെ ചർച്ചകൾ, ആശാനെതിരായ ഗൂഢാലോചനകളൊക്കെ നടന്ന ഈ കൃതി വെളിച്ചം കണ്ടപ്പോൾ. കാരണം മുസ്ലിം സമുദായത്തെ ആകെ ആക്ഷേപിച്ചിരിക്കുകയാണ് ആശാൻ അതിലൂടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളാണ് കൊണ്ടുപിടിച്ച് നടന്നത്. കേരളകൗമുദി അന്നൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുക. ആശാൻ ഈ കൃതിയിലെ
മാപ്പിള ലഹളയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മിതപ്പെടുത്തുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. അതൊരു മതവിഭാഗത്തിൻ്റെ ചിന്തയെ വ്രണപ്പെടുത്തുന്നു എങ്കിൽ അങ്ങനെ ചെയ്യാം, അതിലൊരു തെറ്റുമില്ല എന്നുള്ള മുഖപ്രസംഗം എഴുതിയിരുന്നു എന്നുവരെയാണ് പറയുന്നത്. എന്തായാലും ഇത് സജീവമായി നടക്കുകയും ആശാനെതിരെ കേസ് കൊടുക്കണം, സമരം നടത്തുക, കരിങ്കൊടി പ്രകടനം നടത്തുക, ഇതൊക്കെ തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും അരങ്ങേറിയതാണ്, കൊല്ലത്തുമൊക്കെ. ഈ സമയത്ത് CV കുഞ്ഞിരാമനും സഹോദരനയ്യപ്പനും ചേർന്ന് ആലോചിച്ചിട്ട് ആശാനെ പോയി കാണുകയാണ്. അവർ പോയത് ആശാനോട് ഇത് പറയാനാണ്. ഇതിങ്ങനെയെല്ലാം നടക്കുന്നു, ആശാനൊരു കാര്യം ചെയ്യും, ദുരവസ്ഥയിലെ മാപ്പിള ലഹളയെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ആ ഭാഗം ഒന്ന് മിതപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ആശാൻ ചാടി എഴുന്നേറ്റ് മേശയ്ക്കിട്ട് ഇടിച്ചുകൊണ്ട് വളരെ ശബ്ദത്തിൽ സംസാരിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വന്ന് പറയുന്നത് കേട്ട് വല്ലവരും പറയുന്ന വാക്കുകളെ പിൻപറ്റി ഞാൻ എഴുതിയ കവിതയിൽ നിന്ന് എൻ്റെ വാക്കുകളെ പിൻവലിക്കണമെന്നാണോ ആവശ്യപ്പെടുന്നത് അയ്യപ്പൻ എന്ന് ചോദിച്ചു. ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന CV കുഞ്ഞിരാമനും അതുതന്നെയാണോ ആവശ്യപ്പെടുന്നത്? ഒരു കവിത എഴുതുന്നത് എത്ര ആലോചിച്ചിട്ടാണെന്നറിയാമോ? ഞാൻ അവിടെ പോയി അതെല്ലാം പഠനം നടത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ല. ആ ഹീനകൃത്യങ്ങളെല്ലാം ചെയ്ത വ്യക്തികളെ മാത്രമാണ് ആക്ഷേപിച്ചിട്ടുള്ളത്. അവരേതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് ഞാനത് പിൻവലിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അസാധ്യമാണ്. ഇത് പറയാൻ ഇനി നമുക്ക് ചർച്ച ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് കൺക്ലൂഡ് ചെയ്തു അവിടെ വെച്ച് കുമാരനാശാൻ എന്ന് സഹോദരനയ്യപ്പൻ പിൽക്കാലത്ത് പറയുകയും ജീവചരിത്രകാരനായ സാനു മാഷ് അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അത്ര അടുത്ത ബന്ധം, അത്ര സ്വാതന്ത്ര്യം കുമാരനാശാൻ എന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ, കുമാരനാശാൻ എന്ന കവിയുടെ അടുക്കൽ സഹോദരനയ്യപ്പൻ ഉണ്ടായിരുന്നു. ഈ ബന്ധത്തെ നാം കാണേണ്ടത് സഹോദരനയ്യപ്പൻ്റെയും ഈ രംഗത്തൊക്കെയുള്ള ചിന്തകളും സഹോദരനയ്യപ്പൻ്റെ രാഷ്ട്രീയവും സാമൂഹികമായ നിലപാടുകളും എത്ര ശ്രദ്ധേയമായിരുന്നു എന്ന തരത്തിൽ കൂടിയാണ് എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയുവാനുള്ളത്. അങ്ങനെ ലോ പഠനം നിർത്തി സഹോദരനയ്യപ്പൻ നാട്ടിൽ വന്നു. SNDP യോഗത്തിൻ്റെ സജീവ പ്രവർത്തകനായി മാറുന്നു. 1921 കരുനാഗപ്പള്ളിയിൽ വെച്ച് നടന്ന SNDP യോഗത്തിൻ്റെ വാർഷിക യോഗത്തിലാണ് സഹോദരനയ്യപ്പൻ ആദ്യമായി SNDP യോഗത്തിൻ്റെ ബോർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുവരെ ഔദ്യോഗികമായി ബന്ധമില്ലായിരുന്നു, എന്നാൽ സജീവമായി പ്രവർത്തിക്കുമായിരുന്നു. ആ സജീവമായ പ്രവർത്തനം ശ്രീനാരായണ ഗുരുദേവനോടൊപ്പമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമം കെട്ടിപ്പടുക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ആവശ്യമായ വികസന പ്രവർത്തനത്തിലുള്ള ധനശേഖരണാർത്ഥം ഒരു കാലത്ത് TK മാധവൻ നടന്നതുപോലെ തന്നെ സഹോദരനയ്യപ്പനും എല്ലാ കാലത്തും ഗുരുദേവനോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു. ആ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, അത് ശ്രദ്ധേയമായതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് പരാമർശിക്കുക. മാവേലിക്കരയ്ക്കടുത്ത് ഒരു വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിക്കുന്നു. സഹോദരനയ്യപ്പൻ ഗുരുവിനോടൊപ്പം ചേർന്ന് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പിരിവ് സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അതിന് യാത്ര ചെയ്യാൻ വേണ്ടി അന്വേഷിച്ച് വരികയാണ്. അയ്യപ്പൻ തിരക്കിയപ്പോൾ ഇന്ന വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് അയ്യപ്പൻ അറിഞ്ഞു. ആ വീടിനെക്കുറിച്ച് അയ്യപ്പൻ തിരക്കിയപ്പോൾ അതൊരു പണക്കാരൻ്റെ വീടാണെന്ന് ആളുകൾ പറഞ്ഞത്. അയ്യപ്പൻ്റെ മനസ്സിൽ തോന്നി, സ്വാമി ഇങ്ങനെ ഈ പണക്കാരുടെ വീട്ടിൽ പോയിരിക്കുന്ന അത്ര അഭികാമ്യമല്ല, അത് ശരിയല്ല. അവരെല്ലാം ദുഷ്ടന്മാരും സാമൂഹ്യ വിരുദ്ധമായ നിലപാടുകളുള്ളവരുമാണ്. ഇത് സ്വാമിയോട് തുറന്നു പറയണം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് തന്നെ പറയണം. അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് നേരെ ഈ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഗുരുദേവൻ സഹോദരനയ്യപ്പനെ കാണുന്ന ആ ദൃഷ്ടി പദത്തിലെത്തിയപ്പോൾ ഗുരുദേവൻ വീട്ടുകാരോട് പറഞ്ഞു, അത് അയ്യപ്പൻ വരുന്നുണ്ട്, നാം ഇനി അയ്യപ്പനോടൊപ്പം യാത്ര തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റു. അല്പം നടന്നു. സഹോദരനയ്യപ്പൻ അങ്ങോട്ട് നടന്നെടുക്കുന്നു. രണ്ടുപേരും സന്ധിക്കുന്നു, ഒന്നിച്ച് നിൽക്കുന്നു. ഗൃഹനാഥനും ഗൃഹനാഥയൊക്കെ യാത്ര പറയാൻ വേണ്ടി കൈകൂപ്പി നിൽക്കുമ്പോൾ അയ്യപ്പനോടായി ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, അയ്യപ്പൻ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചതുപോലെ നാം ഈ പണക്കാരുടെ വീട്ടിൽ വന്നിരിക്കുന്നത് അത്ര മോശം ഏർപ്പാടല്ല കേട്ടോ. അവരുടെ പണത്തെ സമൂഹത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവരെ ഉപദേശിക്കുന്നത് തെറ്റാണോ അയ്യപ്പ? അയ്യപ്പൻ പറയുന്നത്, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ മനസ്സിൽ മാത്രം അതിന് തൊട്ടു മുമ്പ് വിചാരിക്കുകയും ആരോടും ചർച്ച ചെയ്യുകയോ ആരോടും ആ തരത്തിൽ ഒരു അഭിപ്രായമുണ്ടെന്ന് മുമ്പ് പറയുകയോ ഇപ്പോൾ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് വായിച്ച് എങ്ങനെ എന്നോട് പ്രതികരിക്കാൻ ഗുരുദേവന് കഴിഞ്ഞു? ഉറപ്പാണ് ഗുരുവിലൊരു അമാനുഷിക ശക്തിയുണ്ട്, സിദ്ധിവിശേഷമുണ്ട്. ഞാനതങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പിൽക്കാലത്ത് സഹോദരനയ്യപ്പൻ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം മതവിശ്വാസത്തെയും അതുമായി ചേർന്നുള്ള ക്ഷേത്രാരാധനയൊക്കെ ഒരു പരിധിവരെ എതിർക്കുന്ന ആളായിരുന്നു
ഒരു പരിധി വരെയല്ല നല്ല പങ്ക് എതിർക്കുന്നയാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ട് ആളുകൾ സഹോദരൻ അയ്യപ്പനെ യുക്തിവാദി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ തരത്തിൽ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം ഓർക്കണം. എന്ന് മാത്രമല്ല, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗുരുദേവനോടുണ്ടായിരുന്ന അഗാധമായ ഭക്തി വിളിച്ചറിയിക്കുന്ന പല രംഗങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഞാനതിലേക്കൊക്കെ പിന്നീട് വരാം. അങ്ങനെ 1921 SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരൻ അയ്യപ്പനെയും ടി കെ മാധവനെയും ഒരുപോലെ SNDP യോഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരായും അന്ന് തിരഞ്ഞെടുത്തു. പിന്നീടുള്ള യോഗ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി അയ്യപ്പനെ എപ്പോഴും കാണാം. എത്രയോ വാർഷിക യോഗങ്ങളിലാണ് സഹോദരൻ അയ്യപ്പൻ അധ്യക്ഷനായിരുന്നിട്ടുള്ളത്, പ്രസിഡൻ്റ് ആകെ ഇരിക്കാതെ തന്നെ. 1940-43 കാലഘട്ടത്തിൽ മാത്രമേ SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പൻ ഇരുന്നിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അയ്യപ്പൻ കേന്ദ്രീകരിച്ചിരുന്നത് കൊച്ചിയിലാണ്. കൊച്ചി SNDP യോഗം കരുപ്പിടിപ്പിക്കുന്നതിനും അതിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനുമാണ്. കൊച്ചിയുടെ ചരിത്രത്തിൽ 1916 തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മിതവാദി പത്രാധിപരായിരുന്ന C കൃഷ്ണൻ വൈദ്യരുടെയും ഒക്കെ നേതൃത്വത്തിൽ, കൃഷ്ണൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൊച്ചി ഈഴവ സമാജം എന്നൊരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. അത് 1927 ആയപ്പോൾ പള്ളുരുത്തിയിൽ ചേർന്ന അതിൻ്റെ മഹാസമ്മേളനം കൊച്ചി തീയ മഹാജനസഭ എന്ന പേര് മാറ്റിയിരുന്നു. ഈ തീയ മഹാസഭയെയാണ് യഥാർത്ഥത്തിൽ 1936 ആയപ്പോൾ കൊച്ചി SNDP യോഗമാക്കി വിപുലപ്പെടുത്തി രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആളുകൾക്കൊരു സംശയം തോന്നാം, അതെന്തിനാ കൊച്ചിയിൽ SNDP യോഗം ഇവിടെ ഇല്ലെന്ന്. അതിലൊരു പ്രശ്നമുണ്ട്. തിരുവിതാംകൂറിൽ ആരംഭിച്ച SNDP യോഗം അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ പേരോടുകൂടി ആരംഭിച്ചതാണ്. അതിൻ്റെ അധികാരപരിധി തിരുവിതാംകൂറിൽ മാത്രമാണ്. തിരുവിതാംകൂറിന് വെളിയിൽ SNDP യോഗത്തിന് അന്ന് അധികാരപരിധിയില്ല. യോഗത്തിന് പ്രവർത്തിച്ചിരുന്നു. കൊച്ചിയിലും മലബാറിലും ഒക്കെ യോഗത്തിൻ്റെ സജീവ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. അതിന് കാരണം അന്ന് 3 രാജ്യങ്ങൾ, തിരുവിതാംകൂർ ഒരു രാജ്യം, കൊച്ചി വേറൊരു രാജ്യം, മലബാർ വേറൊരു രാജ്യം. അപ്പോൾ ഈ 2 സ്ഥലത്ത് മലബാറിലും കൊച്ചിയിലും സ്ഥിരീകരണം ഔദ്യോഗികമായി ഒരു സംഘടനയ്ക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അംഗീകാരം ഒരു സംഘടനയ്ക്ക് കിട്ടണമെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സംഘടന ആയിരിക്കണം. അങ്ങനെ ഒരു നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കൊച്ചി SNDP യോഗം സ്ഥാപിച്ചത്. അതിനോടൊപ്പം തന്നെ മലബാർ SNDP യോഗം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഈ 2 SNDP യോഗങ്ങളും പിൽക്കാലത്ത് കേരളം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ, കേരളം ഒന്നായി മാറിയപ്പോൾ മാതൃസംഘടനയിൽ ലയിക്കുന്ന സ്ഥിതി ആണ് ഉണ്ടായത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ കൊച്ചി SNDP യോഗം 36 സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചി SNDP യോഗത്തിൻ്റെ സജീവ പ്രവർത്തകനായി ഈ സഹോദരൻ അയ്യപ്പൻ മാറുന്നുണ്ട്. വളരെ സജീവമായി പ്രവർത്തിച്ചു കുറേ കാലം. ഇതിലെ ഒരു പ്രധാന കാര്യം നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല, അതുകൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ കൊച്ചി SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ സഹോദരൻ അയ്യപ്പൻ 1945 കൊച്ചി മഹാരാജാവിനും, അഥവാ തിരുവിതാംകൂറിനും കൊച്ചിക്കും മലബാറിനും ബാധകമാകുന്ന തരത്തിൽ ഒരു അവകാശ പ്രഖ്യാപന രേഖ സമർപ്പിക്കുകയുണ്ടായി. അതൊരു ചരിത്ര രേഖയാണ്. കൊച്ചി SNDP യോഗത്തിൻ്റെ ഒരു മഹാസമ്മേളനം എറണാകുളത്ത് വെച്ച് 1945 നടത്തി. ആ സമ്മേളനത്തിൻ്റെ അനന്തര നടപടി എന്ന നിലയിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ കൂട്ടാളികളും ചേർന്ന് ഈ കൊച്ചി SNDP യോഗം രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത അവകാശ പ്രഖ്യാപന രേഖ മഹാരാജാവിന് കൊടുക്കുന്നത്. ഇന്നും ഏറെ പ്രസക്തമാണ്. അഥവാ പിന്നീടുണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ പുരോഗമന ചരിത്രത്തിലുടനീളം ഈ അവകാശ പ്രഖ്യാപന രേഖയിൽ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനവും മറ്റു പ്രസ്ഥാനങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ അതിൽ നിന്ന് നേരിട്ട് വായിക്കണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് എൻ്റെ വാക്കുകളിലൂടെ പറയുന്നതിനേക്കാൾ കുറേ കൂടെ ഉചിതമായിട്ടുള്ളത് ഈ രേഖയിൽ എഴുതിയിരിക്കുന്നത് അതുകൂടി വായിക്കുന്നതായിരിക്കും. അതിൻ്റെ പീഠികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ്. എല്ലാ സമുദായക്കാരും സമന്മാരാണ്. ജീവിക്കാനും വളരുവാനും ക്ഷേമൈശ്വര്യങ്ങൾ തേടുവാനുമുള്ള അവകാശം എല്ലാ സമുദായങ്ങൾക്കുമുണ്ട്. ഇതാണ് സത്യം, ഇതാണ് ധർമ്മം, ഇതാണ് നീതി. ഇതിനെതിരായതെല്ലാം അസത്യവും അധർമ്മവും അനീതിയുമാവുന്നു. ഇങ്ങനെ പോകുന്നു ആ പീഠികയിലെ വാചകങ്ങൾ. എന്നിട്ട് അതിൽ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ രാഷ്ട്രീയ അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമുദായിക അവകാശങ്ങളുണ്ട്, വിദ്യാഭ്യാസ അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുണ്ട്, സാമ്പത്തിക അവകാശങ്ങളുണ്ട്. ഇതെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ അവകാശങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: 1. ഈഴവർ മുതലായ സമുദായങ്ങൾക്കും ശരിയായ പങ്ക് കിട്ടുന്നതിനുള്ള പരിരക്ഷകളോടുകൂടി മഹാരാജാവ് തിരുമനസിലെ
പരമാധികാരത്തിന് കീഴിൽ ഈഴവർ പൂർണ്ണ ഉത്തരവാദ ഭരണം അവരുടെ അവകാശമായി പ്രഖ്യാപനം ചെയ്യുന്നു. ഓർക്കണം, ഈഴവർ എന്ന പദപ്രയോഗം ഈഴവ സമുദായത്തിൻ്റെ സംഘടന സമർപ്പിക്കുന്നതുകൊണ്ട് മാത്രം ചേർത്തതാണ്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് അതിൽ എത്രയോ ഉന്നതമാണ്, വിശാലമാണ്. ഉത്തരവാദ ഭരണം എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് മാത്രമല്ല കിട്ടുന്നത്, ആ രാജ്യത്ത് ആകെ കിട്ടുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങളാണ് മുഴുവനും ചേർത്തിരിക്കുന്നത്. 2, നിയമസഭയിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ജനസംഖ്യ കണക്കിന് പ്രാതിനിധ്യം ഈഴവർ അവരുടെ അവകാശമായി പ്രഖ്യാപനം ചെയ്യുന്നു. ദേവസ്വം സർവീസ് ഉൾപ്പെടെ സിവിൽ സർവീസുകളിലും പട്ടാള സർവീസിലും നിയമനങ്ങളിലും കഴിയുന്നത്ര പ്രൊമോഷനുകളിലും മിനിമം യോഗ്യത അടിസ്ഥാനത്തിന്മേൽ ജനസംഖ്യ കണക്കിന് പ്രാതിനിധ്യം, ഇപ്പോഴുള്ള പ്രാതിനിധ്യക്കുറവ് തീരുന്നതുവരെ വെയിറ്റേജും ഉയർന്ന ഗ്രേഡിങ്ങും സെക്രട്ടേറിയറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥാനങ്ങൾ, വകുപ്പ് അധ്യക്ഷന്മാരുടെ ഓഫീസുകൾ എന്നീ താൽക്കാലിക താക്കോൽ സ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും മേൽപ്പറഞ്ഞ വിധം പ്രാതിനിധ്യവും വെയിറ്റേജും ലഭിക്കേണ്ടതാവുന്നു. ഈ പ്രാതിനിധ്യങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥകളും ഈഴവർ അവരുടെ അവകാശമായി പ്രഖ്യാപിക്കുന്നു. അടുത്ത സാമുദായിക അവകാശങ്ങളാണ്. അയിത്തം, തീണ്ടലും കുറ്റകരമാക്കുന്ന നിയമനിർമ്മാണം ഈഴവർ അവരുടെ അവകാശമായി പ്രഖ്യാപിക്കുന്നു. ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുന്ന ഒരു വിളംബരം ഈഴവർ അവരുടെ അവകാശമായി പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസ അവകാശങ്ങൾ. മതിയായ ഫീസ് ഇളവുകളും സാധാരണ പഠനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാങ്കേതിക പഠനങ്ങൾക്കും സ്കോളർഷിപ്പുകളും ഇവിടെ കോളേജുകൾ അവരുടെ വിദ്യാർത്ഥികൾക്കെല്ലാം അഡ്മിഷനും ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഈഴവർ അവരുടെ അവകാശമായി പ്രഖ്യാപിക്കുന്നു. സാമ്പത്തിക അവകാശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. 1, ജന്മി സമ്പ്രദായം ഇല്ലാതാക്കുക. കർഷകർക്കും കുടികിടപ്പുകാർക്കും സ്ഥിരാവകാശം നൽകുക കൃഷിഭൂമിയിൽ. പാട്ടങ്ങളും കരങ്ങളും കുറയ്ക്കുക. കർഷകരുടെ കടഭാരം ഇല്ലാതാക്കാൻ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും എളുപ്പവ്യവസ്ഥയിൽ കടം കൊടുക്കുക. ഗവൺമെൻറ്റിൽ നിന്നും കൃഷി ഉപകരണങ്ങളും വളവും വിത്തും കൊടുത്ത് കർഷകരെ സഹായിക്കുക. സഹകരണ കൃഷി വർദ്ധിപ്പിക്കുക. കാർഷികോൽപ്പന്നങ്ങൾക്ക് നല്ല വിലയും കമ്പോളവും ഉണ്ടാക്കുക. തൊഴിലാളികൾക്ക് ന്യായമായ ജീവിതത്തോത് നിലനിർത്തുവാൻ മതിയായ കുറഞ്ഞ കൂലി നിജപ്പെടുത്തുക. ഏറ്റവും കൂടിയ വേല സമയം ആഴ്ചയിൽ 40 മണിക്കൂറായി നിജപ്പെടുത്തുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേലയ്ക്ക് തുല്യ കൂലി വ്യവസ്ഥപ്പെടുത്തുക. വേലക്കാർക്ക് വേലയില്ലെങ്കിൽ വേലയില്ലായ്മ വേതനം, പ്രസവകാല വേതനം, രോഗകാലത്തും വാർദ്ധക്യത്തിലും വേതനം, അപകടരഹിത വേതനം എന്നിവ വ്യവസ്ഥപ്പെടുത്തുക. ആരോഗ്യകരമായ വേലസ്ഥിതിയും കൂലിയോടുകൂടി ആഴ്ചയിൽ 1 ഒഴിവു ദിവസവും കൊല്ലത്തിൽ 1 മാസം വെക്കേഷനും ഏർപ്പെടുത്തുക. വേലക്കാർക്ക് രക്ഷാകരമായ വിധം വേലത്തർക്കങ്ങൾ തീർക്കാനുള്ള ഏർപ്പാട് വ്യവസ്ഥപ്പെടുത്തൽ. വൻകിട വ്യവസായങ്ങളും ട്രാൻസ്പോർട്ടുകളും ഗവൺമെൻറ് വകയാക്കുക. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിനും ഗവൺമെൻറ്റിൽ നിന്നും വലിയ തോതിൽ വ്യവസായങ്ങളും പൊതുമരാമത്തും നടത്തൽ. ചെറുകിട വ്യവസായങ്ങൾക്ക് ഗവൺമെൻറ് സഹായവും നിയന്ത്രണവും നൽകുക. അങ്ങനെ ഏറ്റവും ആശയപരമായി നോക്കിയാൽ ഏറ്റവും വികസിതമായ അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങൾ ഉൾപ്പെടുന്ന ഒരു അവകാശ പ്രഖ്യാപന രേഖയാണ് സമർപ്പിച്ചത്. അതിലെ മൗലിക അവകാശങ്ങളിൽ പറയുന്നുണ്ട്: പത്രസ്വാതന്ത്ര്യം, പ്രസംഗ സ്വാതന്ത്ര്യം, യോഗം കൂടാനുള്ള സ്വാതന്ത്ര്യം, മതസംബന്ധമായോ സാമുദായികമായോ രാഷ്ട്രീയമായോ ആയ ഘോഷയാത്രകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം, പൊതുധർമ്മത്തിന് വിരുദ്ധമാകാത്ത വിധം മതത്തിലും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, നിയമസഭയ്ക്കും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും പ്രായപൂർത്തി വോട്ടവകാശം, 16 വയസ്സ് വരെ സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം, പാവങ്ങൾക്ക് സൗജന്യ രോഗചികിത്സ, പാവങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിത പരിതസ്ഥിതികൾ ഉണ്ടാക്കത്തക്ക വിധം പൊതുജനാരോഗ്യ രംഗത്തെ വിപുലീകരിക്കൽ, സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം എല്ലാ അവകാശങ്ങളും നൽകൽ. ഇതെല്ലാം ഇതിൽ പറയുന്നതാണ്. സ്ത്രീകൾക്ക് പ്രസവകാലത്ത് അവധി നൽകണം, അത് ശമ്പളത്തോടു കൂടിയുള്ള അവധിയായിരിക്കണം എന്ന് തുടങ്ങിയ എല്ലാ തരം പ്രഖ്യാപനങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുള്ള അവകാശ പ്രഖ്യാപന രേഖയാണ് 1945 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ കൊച്ചി മഹാരാജാവിന് സമർപ്പിച്ചത്. ഞാനിത് പറയാൻ കാരണം, സഹോദരൻ അയ്യപ്പൻ എത്ര ഉന്നതമായ ആദർശം പുലർത്തിയിരുന്ന, എത്ര പുരോഗമനപരമായ ആദർശങ്ങൾ പുലർത്തിയിരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പം അങ്ങനെ
SDPO പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സഹോദരൻ അയ്യപ്പൻ സജീവമായി. കൊച്ചി നിയമസഭയുടെ ചരിത്രം ആരംഭിക്കുന്ന 1925-ലാണ്. 25-ൽ കൊച്ചിയിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അവിടെ നിയമനിർമ്മാണ സഭയിൽ മത്സരിക്കണമെങ്കിലും വോട്ട് ചെയ്യണമെങ്കിലും 10 രൂപയിൽ കുറയാതെ നികുതി കൊടുക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ബിരുദധാരികളായിരിക്കണം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 5 രൂപയിൽ കുറയാതെ നികുതി കൊടുക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ കുടിയാൻ, അതായത് പാട്ടക്കുടിയാന്മാർ ആണെങ്കിൽ 10 രൂപയിൽ കുറയാതെ നികുതി കൊടുക്കുന്നവരായിരിക്കണം. ഇവർക്കല്ലാതെ മറ്റാർക്കും വോട്ടവകാശമില്ല. സാധാരണക്കാർക്കാർക്കും വോട്ടവകാശമില്ലെന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഇങ്ങനെയാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. 45 അംഗങ്ങളെയാണ് എടുക്കേണ്ടത്. അതിൽ 15 അംഗങ്ങളെ രാജാവ് നേരിട്ട് നോമിനേറ്റ് ചെയ്യും. ബാക്കി 30 പേരിൽ 25 പേരെ പൊതു നിയോജക മണ്ഡലത്തിൽ നിന്നും 5 പേരെ റിസർവേഷനിലും തിരഞ്ഞെടുക്കാം. ഈ 5 പേരിൽ ഒരാൾ ജന്മിയുടെ പ്രതിനിധിയാവണം, മറ്റൊരാൾ തോട്ട ഉടമയുടെ പ്രതിനിധിയാവണം, വേറൊരു കച്ചവടക്കാരുടെ പ്രതിനിധിയാകണം, വേറൊന്ന് മുസ്ലിം പ്രതിനിധിയാവണം, ഒന്ന് ഈഴവ പ്രതിനിധി ആവണം. ഇതാണ് അവരുടെ റിസർവേഷൻ റൊട്ടേഷൻ. ബാക്കിയുള്ളവരെയൊക്കെ ജനറൽ സീറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം. 25-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ മത്സരിച്ചു. എല്ലാവരും നിർബന്ധിച്ച് അയ്യപ്പനെ കൊണ്ട് മത്സരിപ്പിച്ചു. അയ്യപ്പൻ റിസർവേഷൻ സീറ്റിൽ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ തന്നെ പറഞ്ഞു, വേണ്ട, റിസർവേഷൻ സീറ്റിൽ വേറൊരു ഈഴവൻ മത്സരിക്കട്ടെ, അങ്ങനെ 2 പേര് ഇതിൽ ജയിച്ചു വരട്ടെ, ഞാൻ ജനറൽ സീറ്റിൽ മത്സരിക്കാം, ജയിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ജനറൽ സീറ്റിൽ വോട്ട് ചെയ്യുന്ന ആരാ? ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. അവരാരും അയ്യപ്പനെ പോലെ ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് അയ്യപ്പൻ തോറ്റുപോയി. 1925-ലെ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ തോറ്റുപോയി. ഈഴവ മണ്ഡലത്തിൽ മത്സരിച്ച പ്രതിനിധി ജയിച്ചു. പിന്നെ 1928-ൽ 3 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പുണ്ടെന്ന് വീണ്ടും മത്സരം വന്നു. അയ്യപ്പൻ തെക്കേ ഈഴവ നിയോജക മണ്ഡലം എന്ന് നാമകരണം ചെയ്തിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. അയ്യപ്പനോടെ എതിരില്ലാതെയാണ് തിരഞ്ഞെടുത്തത്. എതിർ സ്ഥാനാർത്ഥികളെ അന്ന് അവിടെ മത്സരിച്ചിരുന്നില്ല. അതിനുശേഷം 1931-ൽ അതേ നിയോജക മണ്ഡലത്തിൽ നിന്ന് വീണ്ടും എതിരില്ലാതെ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും 1940-ൽ അങ്ങനെ നടന്ന എല്ലാ മത്സരങ്ങളിലും അയ്യപ്പൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ഒരു മത്സരത്തിൽ മാത്രമേ എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുള്ളൂ. അത് ആ മത്സരത്തിൽ എതിർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ 48 പെട്ടികളിലെ വോട്ടെണ്ണിയപ്പോൾ അതിൽ എതിർ സ്ഥാനാർത്ഥിക്ക് ഒറ്റ വോട്ട് പോലും ഇല്ലാതെ ആകെ 79 വോട്ട് മാത്രമാണ് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ വിജയിച്ച് മുന്നേറിയ സഹോദരൻ അയ്യപ്പൻ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരുപാട് പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബില്ലുകൾ സഹോദരൻ അയ്യപ്പൻ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ മക്കത്തായ ബില്ല്. അന്ന് മരുമക്കത്തായ വ്യവസ്ഥയാണ് രാജ്യത്തുണ്ടായിരുന്നത് ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച്. മരുമക്കത്തായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ കുടുംബം നടത്തിയിരുന്ന പുരുഷൻ മരിക്കുകയാണെങ്കിൽ ആ പുരുഷൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിലുള്ള സ്വത്തുക്കളുടെ എല്ലാ അവകാശം ആ ആളിൻ്റെ പെങ്ങൾക്കും പെങ്ങളുടെ മക്കൾക്കുമാണ്, മരുമക്കൾക്കാണ്. ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു അവകാശം ഇല്ലാതെ വെറും കൈയോടെ അവർ ഇറങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റവരുടെ ദാക്ഷിണ്യത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ മക്കൾക്ക് അവകാശം വരുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ ബില്ല് അവതരിപ്പിച്ചു. സ്ത്രീകൾക്കും സ്വത്തവകാശം നൽകുന്ന ബില്ല് അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബില്ലുകളൊക്കെ നിയമസഭയിൽ സഹോദരൻ അയ്യപ്പൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ പാസ്സാകുകയും ചിലതൊക്കെ ഈ പറഞ്ഞതുപോലെ എതിർപ്പുകൾ കൊണ്ട്, കാരണം യാഥാസ്ഥിതികരുടെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും വരും, അപ്പം പാസ്സാകാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിരിക്കട്ടെ, 1940-ൽ സഹോദരൻ അയ്യപ്പൻ ഈ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി. അന്ന് സ്പീക്കർ എന്നല്ല പറയുന്നത്, വൈസ് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. ഈ സഭയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അങ്ങനെയാണ് പറയുക. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ 40-ൽ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ മന്ത്രിസഭയിലെ പ്രധാനി, ഇപ്പം നമ്മൾ പറയുന്ന മുഖ്യമന്ത്രി അറിയപ്പെടുന്നത് അന്ന് പ്രധാനമന്ത്രി എന്ന്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ. പണ്ട് ഇതെല്ലാം രാജ്യങ്ങൾ വേറെ വേറെ ആയിരുന്നു, അതാണ് സങ്കല്പം. അതുകൊണ്ട് ഒരു രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയാണ്. തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രി, കൊച്ചിയിൽ പ്രധാനമന്ത്രി, അങ്ങനെ ഓരോ രാജ്യത്തും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് പ്രധാനമന്ത്രിയായിരുന്നു എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ സംയോജനം വന്ന്, അഥവാ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയനായി അതിൻ്റെ ഭരണഘടനയും വ്യവസ്ഥയൊക്കെ വന്നപ്പോഴാണ് പിന്നെ വീണ്ടും അത് മാറ്റി മുഖ്യമന്ത്രിയായതും പ്രധാനമന്ത്രി യൂണിയൻ്റെ അഥവാ കേന്ദ്രത്തിൻ്റെതായതും ഒക്കെ എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരൻ അയ്യപ്പൻ കൊച്ചി രാജ്യത്ത് രാജാവ്
സഹോദരൻ അയ്യപ്പന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ പുരസ്കരിച്ചുകൊണ്ട് ഒരു വീരശൃംഖല നൽകി അനുമോദിക്കുകയുണ്ടായി. വീരശൃംഖല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ സ്വർണ്ണ പതക്കം എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ അതിന് അങ്ങനെയാണ് പറയുക. ഈ സ്വർണ്ണ പതക്കം സഹോദരൻ അയ്യപ്പൻ ചെയ്തത് എന്താണെന്നറിയോ? അത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഇന്ത്യ ചൈന യുദ്ധം നടന്ന ആ കാലമില്ലേ, ആ കാലഘട്ടത്തിൽ ഈ പതക്കം നേരെ എടുത്ത് സഹോദരൻ അയ്യപ്പൻ യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്ത ആളാണ്. അപ്പോൾ ഈ ബഹുമതികളോടും ഈ സ്വർണത്തിനോടും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളോടും മെമൻറ്റോകളോടും ഒക്കെ സഹോദരൻ അയ്യപ്പൻ്റെ മനോഭാവം എത്രയായിരുന്നു നമുക്കറിയാം. അതിലൊന്നും സഹോദരൻ അയ്യപ്പൻ വലിയ വില കണ്ടില്ല. അത് യുദ്ധം നടക്കുമ്പോൾ രാജ്യം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, അതിന് മുതൽക്കൂട്ടാവട്ടെ ഇതുകൂടി എന്ന് പറഞ്ഞിട്ട് ആ രത്നപതക്കം അന്ന് സഹോദരൻ അയ്യപ്പൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സംഭാവന ചെയ്ത് രാജഭരണമൊക്കെ മാറി സ്വാതന്ത്ര്യം പ്രാപിച്ച് യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ സേവനത്തെ പുരസ്കരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് മഹാരാജാവിൻ്റെ പ്രതിനിധി, ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പ്രതിനിധി റാവു സാഹിബ് ബഹുമതി സഹോദരൻ അയ്യപ്പന് നൽകി ആദരിക്കുകയുണ്ടായി. ഈ റാവു സാഹിബ് ബഹുമതി എന്നൊക്കെ പറയുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പത്മശ്രീ എന്നോ പത്മഭൂഷൺ എന്നോ ഒക്കെയുള്ള ബഹുമതി പോലെ ഉള്ള പുരസ്കാരമാണ്. അത് നൽകി സഹോദരൻ അയ്യപ്പനെ ആദരിച്ചു. പക്ഷേ ചില അപശബ്ദങ്ങളൊക്കെ ഇതിനെതിരെ പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടിമയായി അവർക്ക് അനുകൂലമായ അഭിപ്രായങ്ങൾ പറയുന്നയാളാണ്, അതുകൊണ്ടാണ് ഈ പുരസ്കാരം കിട്ടിയത്. രാജാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സാമൂഹ്യ നന്മയ്ക്കെതിരായി രാജാവിൻ്റെ ദുർഭരണത്തെ അനുകൂലിച്ചുകൊണ്ടാണ് രാജാവിൽ നിന്ന് വീരശൃംഖല കിട്ടിയത് എന്നൊക്കെ അന്ന് ചില വാർത്തകളൊക്കെ വന്ന് അയ്യപ്പനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് സത്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അതിനൊരു സംഭവം ഞാൻ പറയാം. രാജാവിൻ്റെ കാലഘട്ടത്തിൽ രാജഭരണം നടക്കുമ്പോൾ അധികാരമേൽക്കുന്ന പ്രതിനിധികൾ, അതായത് മന്ത്രിമാരായി ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭരണപങ്കാളിത്തത്തിൽ വരുന്ന പ്രതിനിധികൾ രാജാവിന് മുഖം കാണിക്കണം ആദ്യമായി. അല്ലാതെ ഇവരുടെ അടുക്കിലേക്ക് രാജാവ് വരില്ലല്ലോ, മുഖം കാണിക്കാൻ ചെല്ലണം. ഒരിക്കൽ സഹോദരൻ അയ്യപ്പൻ രാജാവിന് മുഖം കാണിക്കാൻ അപേക്ഷ വെച്ചു. ഈ അപേക്ഷ വായിച്ചു നോക്കിയ രാജാവിൻ്റെ സെക്രട്ടറിക്ക് എന്ന് പറയുന്നത് സർവാധികാരക്കാരനാണ്, രാജാവിൻ്റെ പുത്രൻ തന്നെയായിരുന്നു. ഈ സന്ദർശനം നിഷേധിച്ചു. അദ്ദേഹം ബോധപൂർവം ചെയ്തതാണ്, ആക്ഷേപിക്കാൻ ചെയ്തതാണെന്ന് അയ്യപ്പൻ പറയുന്നു. അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് സെക്രട്ടറിയും പറയുന്നു. ബോധപൂർവം ചെയ്തതാണെന്ന് പറയാൻ കാരണം അയ്യപ്പൻ ഈഴവ സമുദായത്തിലെ അംഗമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ സെക്രട്ടറി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ആ മറുപടിയിൽ അത് ധ്വനിക്കുന്നുണ്ടെന്നാണ് അയ്യപ്പൻ പറയുന്നത്. ആ മറുപടിയിൽ ഇങ്ങനെ കൊടുത്തിരുന്നു: താങ്കൾ നിർദ്ദേശിച്ച പ്രകാരം മഹാരാജാവിനെ കാണാൻ ഇന്ന് അനുമതി തരാൻ നിവൃത്തിയില്ല. കാരണം രാജാവ് കുളിക്കരുത് എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജാവിനൊരു ചെറിയ പനിയുണ്ട്. പനി മാറി കുളിക്കാൻ പറ്റുന്ന മറ്റൊരു ദിവസം അയ്യപ്പൻ വന്നാൽ സന്ദർശന അനുമതി നൽകുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? പനിയുള്ളപ്പോൾ രാജാവിന് കുളിക്കാൻ പറ്റുകയില്ല. അത് ശരി. എന്തിനാ രാജാവ് അയ്യപ്പൻ ചെന്ന് കഴിഞ്ഞാൽ കുളിക്കുന്നു? കുളിക്കണം. കാരണം തീണ്ടും. അയ്യപ്പൻ ഈഴവനാണ്. ഈഴവനെ കണ്ടാൽ തീണ്ടലുണ്ടാവും. തീണ്ടലുണ്ടാവുന്നതുകൊണ്ട് കുളിക്കണം. അത് ജാതി വിവേചനമാണ്. അയ്യപ്പൻ അതാണ് പറഞ്ഞത്. അയ്യപ്പൻ നിയമസഭയിലെത്തി ഇതിനെതിരെ തീപ്പൊരി പ്രസംഗം നിയമസഭയിൽ നടത്തി. ഇതിനെതിരെ ഞാൻ പ്രക്ഷോഭണമായിട്ട് രംഗത്തിറങ്ങും, എൻ്റെ അനുയായികളെല്ലാം വിളിച്ചുകൂട്ടി സമരം ഞാൻ നടത്തും, എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ജീവൻ പോയാൽ പോലും ജാതീയമായി എന്നെ ആക്ഷേപിച്ചതിനെതിരെ ഞാൻ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞു. ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. അതാണ് രാജപ്രീതിക്ക് വേണ്ടി അയ്യപ്പൻ പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്ന് സ്പഷ്ടമാകുന്ന വാചകമാണത്. അയ്യപ്പൻ പറയുകയാണ്, മഹാരാജാക്കന്മാർ ഞങ്ങളെ ഭരിക്കുന്നത് ഒരു പരിധിവരെ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത രാജാവിൻ്റെ മകനുണ്ടല്ലോ ഞങ്ങളെ ഭരിക്കാൻ വന്നാൽ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അയ്യപ്പൻ്റെ വാക്കുകളാണ്. എന്ന് മാത്രമല്ല, ഇതറിഞ്ഞുകൊണ്ട് രാജ്ഞി ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് വിഭാഗീയത സൃഷ്ടിക്കും, വളരെ പ്രക്ഷോഭണജനകമായ കാര്യങ്ങൾ പോകും എന്നോർത്ത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പിയുണ്ടെങ്കിൽ ഒരു ശുപാർശ കത്ത് കൊടുത്തു വിട്ടു. അയ്യപ്പൻ്റെ ഇത് കൊടുക്കണമെന്ന് പറയും. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അയ്യപ്പൻ വിഷമിക്കേണ്ട, എൻ്റെ മകന് പറ്റിയ ഒരു തെറ്റാണ്, അതുകൊണ്ട് അയ്യപ്പൻ എപ്പം വന്നാലും എന്നെ ഇനി കണ്ടാൽ മതി, ഞാൻ രാജാവിനെ മുഖം കാണിക്കാനുള്ള അവസരം തരാമെന്നും പറഞ്ഞാൽ ഈ കത്ത് വായിച്ചിട്ട് അയ്യപ്പൻ്റെ കലി അടങ്ങിയില്ല. അയ്യപ്പൻ വിറഞ്ഞു തുള്ളിയിട്ട് പറഞ്ഞു, ഈ പിയൂണിനോട് പറഞ്ഞു, അവിടെ ചെന്ന് രാജ്ഞിയോട് പറഞ്ഞേക്കണം, പുറം വാതിലിലൂടെ രാജാവിനെ കാണേണ്ട ഗതികേട് അയ്യപ്പനില്ല. പുറം വാതിൽ സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായി നിയമസഭയിൽ ഇരിക്കുന്നത്, അതും പറയണം. എന്ന് മാത്രമല്ല, എന്നേക്കാൾ ജാതിയിൽ താണവരോ ഉയർന്നവരോ ആയ ആരും ഈ രാജ്യത്ത് എവിടെയെങ്കിലുമോ
എന്തിന് രാജധാനിയിൽ പോലുമോ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അയ്യപ്പൻ എന്നുകൂടി രാജ്ഞിയോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളാണ് സഹോദരൻ അയ്യപ്പൻ. എവിടെ സഹോദരൻ അയ്യപ്പൻ്റെ അടിമത്തം രാജാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്ഥാനങ്ങൾ മോഹിക്കുന്ന അയ്യപ്പനാണോ ഇത്? നമ്മൾ പറയണം. അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയൊക്കെ ശക്തമായ നിലപാട് സഹോദരൻ അയ്യപ്പൻ പല സന്ദർഭത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊന്നും അനുകൂലിക്കുന്ന ആളല്ല സഹോദരൻ അയ്യപ്പൻ. സ്വന്തം നിലപാടുകളെ വസ്തുനിഷ്ഠമായി പറയാനും വ്യക്തമായി പറയാനും നട്ടെല്ല് വളയാത്ത തൻ്റെ ഇടം കാണിച്ചിരുന്ന ആളാണ് സഹോദരൻ അയ്യപ്പൻ. ആണ് സഹോദരൻ അയ്യപ്പൻ്റെ കവിതകളിലൂടെ സഹോദരൻ അയ്യപ്പൻ ഉദ്ബോധിപ്പിക്കുന്ന പോലും അതാണ്. അത് പിന്നീട് പറയേണ്ടതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെ തട്ടി ഉണർത്തി നിങ്ങൾ വെട്ടിയിടുകിൽ അത് താൻ കാമധേനു സഹചരേ നിങ്ങൾക്ക് എന്ന് പറയുന്നയാളാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ അതൊരിക്കലും അന്ന് പ്രചരിച്ചിരുന്നതോ ഇപ്പോൾ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടോ അതോ ശരിയല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ 1945 ആദ്യമായി മന്ത്രിയാവുന്നത്. പനമ്പള്ളി മേനോൻ പ്രധാനമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, മന്ത്രിസഭയിലാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മന്ത്രിയാകുന്നത്. സഹോദരൻ അയ്യപ്പന് കിട്ടിയ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ്. പിന്നീടും 2-3 പ്രാവശ്യം കൂടി സഹോദരൻ അയ്യപ്പൻ മന്ത്രിയാവുന്നുണ്ട്. 1948 അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 48 മണ്ഡലങ്ങൾ പുനർവിഭജനം നടത്തി പ്രായപൂർത്തി വോട്ടവകാശത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ ഈ നിയമസഭ പിരിച്ചുവിടുകയും 48 അവസാനം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. അതിൽ സഹോദരൻ അയ്യപ്പൻ ജയിച്ചു. അപ്പോഴും വകുപ്പ് കിട്ടിയത് പൊതുമരാമത്താണ്. അന്ന് ഇക്കണ്ട വാര്യരായിരുന്നു മുഖ്യമന്ത്രിയായി മന്ത്രിസഭ രൂപീകരിച്ചത്. അതിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയാണ് അയ്യപ്പൻ വഹിച്ചിരുന്നത്. ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയിൽ അയ്യപ്പൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എറണാകുളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പല പുതിയ റോഡുകളും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് MG റോഡ്, മഹാത്മാഗാന്ധി റോഡ്. അതന്ന് വളരെ ചെറിയ ഇടുങ്ങിയ ഒരു റോഡായിരുന്നു. ആ റോഡ് 70 ഫീറ്റ് റോഡ്, കേരളത്തിലെ ആദ്യത്തെ 70 ഫീറ്റ് റോഡ് എന്നറിയപ്പെടുന്നത് അതാണ്. 70 അടി റോഡായി വലിയ വീതിയിൽ വെട്ടി കൊച്ചി നഗരത്തെ അഥവാ എറണാകുളത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സഹോദരൻ അയ്യപ്പനാണ്. തീരദേശത്തുകൂടി, അതായത് നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ആ ഭാഗത്തുകൂടെയുള്ള റോഡ് രൂപകൽപ്പന ചെയ്ത സഹോദരൻ അയ്യപ്പനാണ്. ചെറായിലും പരിസര പ്രദേശങ്ങളും കൊച്ചിയിലും ഈ ദ്വീപ സമൂഹങ്ങൾ തമ്മിൽ ഇടയ്ക്കെല്ലാം വെള്ളക്കെട്ടുകളുള്ള പ്രദേശമാണ്. ബന്ധിപ്പിക്കുന്ന ഒട്ടനവധി കേന്ദ്രങ്ങൾക്ക് വേണ്ടി പാലങ്ങൾ ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ച സഹോദരൻ അയ്യപ്പൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. ഇതിലൊക്കെ സഹോദരൻ അയ്യപ്പന് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. സഹോദരൻ അയ്യപ്പൻ അന്ന് സ്വന്തമായി വീട് വാങ്ങിച്ച് താമസിക്കുന്നത് MG റോഡിൽ പള്ളിമുക്കിനടുത്താണ്. ഈ MG റോഡിൽ പള്ളിമുക്കിലൂടെയാണ് ഈ MG റോഡ് കടന്നു പോകുന്നത്. ആ പള്ളിമുക്കിനടുത്ത് സഹോദരൻ അയ്യപ്പൻ്റെ വീട് അന്നത്തെ ചെറിയ റോഡിൻ്റെ കാലഘട്ടത്തിൽ വെച്ചതല്ലേ, റോഡിനോട് ചേർന്ന 70 ഫീറ്റായിട്ട് ഈ റോഡ് വികസിപ്പിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ നഷ്ടം ചില്ലറയായിരുന്നില്ല. സഹോദരൻ അയ്യപ്പൻ്റെ വീടിരിക്കുന്ന മുറ്റം സ്ഥലവും അപഹരിച്ചു. പോർച്ച് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് മുറിഞ്ഞുപോയി. സഹോദരൻ അയ്യപ്പൻ്റെ സ്വീകരണ മുറിയുടെ പകുതിയും വെച്ച് കട്ട് ചെയ്തു പോയി. ഇതിന് സർവേ ചെയ്തപ്പോൾ PWDയുടെ ഉദ്യോഗസ്ഥന്മാർ സഹോദരൻ അയ്യപ്പനെ വന്ന് കണ്ടു പറഞ്ഞതാണ്, സാരമില്ല, ഞങ്ങളിത് അല്പം വളച്ചിട്ട് സാറിൻ്റെ വീട് രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അയ്യപ്പൻ അവരുടെ നേരെ ദേഷ്യപ്പെട്ടു. എൻ്റെ വീട് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം വളയ്ക്കാനോ? ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീടോ സ്ഥലമോ പോകുന്ന നല്ല പ്രശ്നം. ഈ പട്ടണത്തിനൊരു പുരോഗതി ഉണ്ടാവണം, അത് ദീർഘവീക്ഷണത്തോടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അത് സ്വമനസാലെ വിട്ടുകൊടുത്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ. എന്ന് മാത്രമല്ല 1949 ഒടുവിലായപ്പോൾ തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടു. തിരുക്കൊച്ചിയിലെ മന്ത്രിസഭയിലെ സഹോദരൻ അയ്യപ്പൻ മന്ത്രിയായി കഴിയുന്ന കാലഘട്ടത്തിൽ ഒരു വിളംബരം രാജ്യത്തുണ്ടായി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറയ്ക്കണം, അഥവാ ഭരണനിർവഹണത്തിനുള്ള ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു, അതൊന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു വിളംബരം ഉണ്ടായപ്പോൾ, ഒരു നോട്ടീസ് ഉണ്ടായപ്പോൾ സഹോദരൻ അയ്യപ്പൻ ചെയ്തതെന്താണെന്നറിയാമോ? സഹോദരൻ അയ്യപ്പൻ ഒരു കത്ത് എഴുതി കൊടുത്തു വിട്ടു. ആ കത്ത് രാജിക്കത്തായിരുന്നു. അതിലിങ്ങനെ പറയുന്നു: ഇവിടെ ചിലവ് ചുരുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ 1-2 പ്യൂൺമാരെയോ ക്ലാർക്കന്മാരെയോ ഒഴിവാക്കിയാൽ അവരുടെ വീട് പട്ടിണിയാകും എന്നല്ലാതെ ഒരു തരത്തിലുള്ള ചിലവുകളും ചുരുങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല. അതിലൊക്കെ എത്രയോ കൂടുതൽ ചിലവ് ചുരുങ്ങാൻ കഴിയും ഒരു മന്ത്രിയുടെ എണ്ണം കുറച്ചാൽ എന്ന് രാജാവിന്
അവിടെ ഭരണാധികാരികൾക്ക് അറിയാവുന്നതല്ല ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ചെലവ് ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജിവെച്ചു പോയി. അതാണ് സഹോദരൻ അയ്യപ്പൻ. നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്ന് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടൊരു ജോലി കിട്ടിയാൽ, അല്ല ഒരു സ്ഥാനം കിട്ടിയാൽ, പ്രാതിനിധ്യം കിട്ടിയാൽ ആ കസേരക്കാലെ കെട്ടിപ്പിടിച്ച് കിടക്കും, ആര് പറഞ്ഞാലും രാജിവെക്കാതെ. അതാണ് നമ്മുടെ പൊതു സ്വഭാവം എന്ന് എല്ലാവരുടെയും. പക്ഷെ അന്ന് ഒരു മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോയ ആളാണ് സഹോദരൻ അയ്യപ്പൻ, നമ്മളറിയണം. എന്ന് മാത്രമല്ല, അതിലും വലിയൊരു അത്ഭുത പ്രവൃത്തി അദ്ദേഹം ചെയ്തു. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് സഹോദരൻ അയ്യപ്പൻ്റെ ഔദ്യോഗിക വാഹനം വൈക്കത്ത് വന്നപ്പോൾ കേടായിപ്പോയി. കുറേ പണിയുണ്ട് നന്നാക്കി എടുക്കാൻ എന്നുള്ള രൂപത്തിൽ ഡ്രൈവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സഹോദരൻ അയ്യപ്പൻ ചെയ്തത് എന്താണെന്നറിയോ? വൈക്കത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ബാഗ് മാത്രം കയ്യിലുണ്ട്, വൈക്കത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ്സിൽ കയറി എറണാകുളത്തിന് ടിക്കറ്റ് എടുത്തു. ഭയങ്കര തിരക്ക് ബസ്സിൽ. അയ്യപ്പൻ നിൽക്കുക. ആദ്യം നിന്ന ആളുകൾക്കൊന്നും അയ്യപ്പനെ മനസ്സിലായില്ല. പക്ഷെ ടിക്കറ്റ് കൊടുത്ത് വന്നപ്പം കണ്ടക്ടർക്ക് അയ്യപ്പനെ മനസ്സിലായി. കണ്ടക്ടർ ആകെ വേവലാതിപ്പെട്ടു. അയ്യോ അയ്യപ്പൻ മാസ്റ്റർ, സാറെന്തിനാ ഇതിൽ കയറുന്നത് എന്നും ചോദിച്ചു. ആകെ വിഷമം. ഒരു വിധത്തിൽ ആളുകളെ എല്ലാം ധരിപ്പിച്ച് അവിടെ നിന്ന് പുറകിൽ നിന്ന് അയ്യപ്പനെ വിളിച്ച് ബസ് ഡ്രൈവറുടെ അടുക്കൽ ഒരു സീറ്റ് ഒഴിവാക്കി അതിൽ കൊണ്ടേ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ആകാംക്ഷയോടെ വന്ന് അയ്യപ്പനോട് ചോദിക്കുന്നു. അതിൽ 1-2 പേര്, സാർ എന്തിനാ ഇത്രയും തിരക്കുള്ള ഈ ബസ്സിൽ ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഇടിച്ചു കയറിയത്? അയ്യപ്പൻ ചിരിച്ചു അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരും എന്തിനാ ഇതിൽ കയറിയത്? നിങ്ങൾ ഓരോരുത്തരും ഇതിൽ കയറിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നതിനും വേണ്ടിയല്ലേ? ഞാനും അതുപോലെ കയറിയെന്ന് കൂട്ടാക്കിയാൽ മതി. അതിൽ മന്ത്രി എന്നോ സാധാരണക്കാരനെന്നോ ഉള്ള ഭേദബുദ്ധി ഒന്നും വേണ്ട. ഞാൻ എറണാകുളത്ത് ചെല്ലുമ്പോൾ ഇറങ്ങിക്കോളാം എന്ന തരത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ പറയുകയും ഒരു സാധാരണക്കാരനെ പോലെ അവിടെ പെരുമാറുകയും എനിക്ക് പ്രത്യേകിച്ച് സീറ്റ് പിടിച്ച് തരണ്ടായിരുന്നു എന്ന് കണ്ടക്ടറോട് പറയുകയും ചെയ്ത ആളാണ് അയ്യപ്പൻ, നമ്മളറിയുന്നത്. അപ്പം സ്ഥാനങ്ങളും അതുപോലെ തന്നെ പദവികളും ഒന്നും തനിക്ക് മേലെയല്ല എന്ന് ധരിക്കുകയും ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശത്തെ മാത്രം അതിലെല്ലാം ഉപരിയായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത അയ്യപ്പനെയാണ് നമ്മൾ അവിടെയൊക്കെ കാണുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ പത്രപ്രവർത്തനം ഞാനൊന്ന് സൂചിപ്പിച്ചതുള്ളൂ. 1917 സഹോദരൻ മാസികയായി തുടങ്ങിയെന്ന്. ഈ പത്രപ്രവർത്തനത്തിൽ സഹോദരൻ അയ്യപ്പൻ്റെ മുന്നേറ്റം നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പത്രപ്രവർത്തകർ സഹോദരൻ അയ്യപ്പനോട് സഹകരിച്ചിട്ടുള്ള ആളുകളാണ്. പി കേശവദേവ അടക്കം, അന്നത്തെ കാലഘട്ടത്തിലെ ബഷീർ അടക്കം, അങ്ങനെ ഒത്തിരി ആളുകൾ ഇദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ളതാണ്. ആ പത്രപ്രവർത്തനത്തിലൊക്കെ സഹോദരൻ അയ്യപ്പന് നഷ്ടമില്ലാതെ ഒരു തരത്തിലും പത്രപ്രവർത്തനത്തിലൂടെ അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള പൈസ പോലും കിട്ടിയിരുന്നില്ല. കാരണം ഇത് അച്ചടിച്ച ആളുകൾക്ക് വിതരണം ചെയ്യും, വരിസംഖ്യ കൊടുത്തില്ലേലായി അതിലൊന്നും സഹോദരൻ അയ്യപ്പന് യാതൊരു തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. ആശയവിനിമയ ഉപാധിയായി ഇത് നിലനിൽക്കണം, അത് ആളുകളിൽ എത്തണം, അതായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ ചിന്ത. അങ്ങനെ 1917 മുതൽ 1956 വരെയുള്ള 40 വർഷം ഉന്തിയും തള്ളിയും ഞെരുങ്ങിയും വിഷമിച്ചുമൊക്കെ ഈ പത്രവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഈ അതിനിടയ്ക്ക് ഒരു ഫലിത രൂപത്തിൽ ആളുകൾ, സഹോദരൻ അയ്യപ്പൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ പത്രാഫീസിൽ ഒരിക്കലും പൈസ ഒന്നിനും തികയുകയില്ല. അപ്പം കമ്പോസിസ്റ്റർമാരായ 2 പേരുണ്ട്, അവർക്ക് വീട്ടിൽ കഴിയണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടണം. അപ്പോൾ ഒരു ദിവസം ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്ന TC ഗോപാലൻ എന്ന് പറയുന്ന പ്രസിൻ്റെ ചുമതല വഹിക്കുന്ന ആളിൻ്റെ അടുക്കൽ ഈ 2 കമ്പോസിറ്റർമാരും പൈസ ചോദിച്ചു വന്നു. ഞങ്ങൾക്ക് ഓരോ രൂപ കിട്ടിയാൽ കൊള്ളാം, ഇന്ന് വേണമെന്ന് പറഞ്ഞു. ഉടനെ ആര് വന്നാലും പൈസ ഉടൻ വരുമെന്നുള്ള നുണയാണ് ഇവരെല്ലാം പറയുക. നുണയാ പറഞ്ഞ അയ്യപ്പൻ പറയുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, നാളെ ഒരു മണി ഓർഡർ വരും, 50 രൂപ കാണും, നിങ്ങളുടെ ഇതുവരെ തരാനുള്ള എല്ലാ കുടിശ്ശികയും തീർത്ത് നാളെ തന്നെ തരാം, ഇന്നിപ്പം പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞത് നുണയാണെന്ന്. ഉടനെ ഇവർ 2 പേരോട് അദ്ദേഹത്തോട് പറഞ്ഞു, അതൊരു കാര്യം ചെയ്യ്, നാളെ 50 രൂപ കിട്ടുമ്പോൾ മാനേജർ 50 രൂപ എടുത്തു, ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എല്ലാവർക്കും മനസ്സിലായി ഇവിടെ പൈസ ഇല്ലാഞ്ഞിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി എന്ന് സഹോദരൻ അയ്യപ്പൻ സാനു മാസ്റ്ററോട് പറഞ്ഞതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഞെരുങ്ങിയായി പ്രസ്ഥാനം മുന്നോട്ട് പോയത്. പക്ഷേ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു ഈ പത്രത്തെ സംബന്ധിച്ച്. ആ നിലപാട് നമ്മളിന്ന് കാണേണ്ടതാണ്. പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന നിലപാട്. അതിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതിശക്തമായി എഴുതുന്ന പത്രമായി ഈ സഹോദരൻ പത്രം മാറി. ആ കാലഘട്ടത്തിൽ 1917 നമുക്കറിയാം റഷ്യൻ വിപ്ലവം നടന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം ആ വിപ്ലവത്തെക്കുറിച്ചും ലെനിൻ്റെ പങ്കിനെക്കുറിച്ചും
കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ചും ആദ്യമായി കേരളത്തിലെ മലയാളികൾ വായിക്കുന്നത് സഹോദരൻ പത്രത്തിലൂടെ തന്നെയാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ കേരളത്തിൽ വേര് പിടിച്ചിട്ടില്ല. അന്ന് ഏറ്റവും കൂടുതൽ എം.എൻ. റോയിയുടെ, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ എം.എൻ. റോയിയുടെ ലേഖനങ്ങൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ലേഖനങ്ങൾ ഈ പത്രത്തിലൂടെ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അപ്പോൾ പുരോഗമനാശയങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പത്രമായിരുന്നു അത്. ആര് പുരോഗമനാശയങ്ങൾ എഴുതിയാലും സഹോദരൻ അയ്യപ്പൻ അത് പ്രസിദ്ധീകരിക്കും. എന്ത് ത്യാഗം സഹിച്ചു. എന്തിനേറെ ലെനിൻ്റെ പ്രസംഗവും ലെനിനെക്കുറിച്ചും എഴുതിയ ലേഖനത്തിൽ സഹോദരൻ അയ്യപ്പനാണ് ആദ്യം സഖാവ് എന്ന പദപ്രയോഗം നടത്തിയത്. ഈ പത്രത്തിലാണ്. കാരണം കൊമ്രേഡ് എന്ന വാക്കിൻ്റെ സംസ്കൃത പദത്തിൽ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ സുഹൃത്ത് എന്നതിന് സംസ്കൃതത്തിൽ സഖ എന്നാണ് പ്രയോഗം. സഹോദരനയ്യപ്പൻ സംസ്കൃതത്തിൽ ജ്ഞാനസ്ഥനായിരുന്നു. ആ സഹോദരനയ്യപ്പൻ സഖ എന്നതിനെ സഖാവ് എന്ന് മലയാളീകരിച്ചു, സഖാവ് എന്ന് പ്രയോഗിച്ചു. ഇപ്പം മലയാളത്തിൽ അതുണ്ട്. ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ സഖാവ് എന്ന് പറഞ്ഞാൽ സുഹൃത്തെന്ന് നമുക്ക് അർത്ഥം അറിയാം. അപ്പോൾ സഖാവ് എന്ന പദപ്രയോഗം കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നടത്തിക്കുന്നു. ഇപ്പം വ്യാപകമായി ഒരാളെ സഖാവ് എന്ന് വിളിച്ചാൽ നമുക്കറിയാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണെന്ന് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ സഹോദരനയ്യപ്പനാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതുപോലെ പിക്കറ്റിങ്, ഘെരാവോ അടക്കമുള്ള സമരപരിപാടികളെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയും അത് ചെയ്യാൻ തൊഴിലാളി പ്രസ്ഥാനത്തെ പ്രേരിപ്പിച്ച സഹോദരനയ്യപ്പനാണ്. അപ്പോൾ എന്നും പുതുമയെ പുൽകുന്ന, പുരോഗമനാശയങ്ങളെ പുൽകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമേ ഇനി രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുള്ളൂ എന്ന് വരെ സഹോദരനയ്യപ്പൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് വിട പറയുന്നുണ്ട് സഹോദരനയ്യപ്പൻ. കാരണം പല പിന്തിരിപ്പിക്കുന്ന ഐഡിയകളിലേക്കും ആശയങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഴുതി വീഴുന്നു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സർവാധിപത്യം എന്ന ആ പദപ്രയോഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു വർഗത്തിനും സർവാധിപത്യം, അത് തൊഴിലാളി വർഗത്തിനാവട്ടെ ആർക്കും ആവട്ടെ, കിട്ടിയാൽ അത് ഉപകാരപ്രദമാകുകയില്ല. അഹങ്കാരത്തിനും സ്ഥാപിത താല്പര്യ സംരക്ഷണത്തിനും അത് ഇടയാക്കും. രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കപ്പെടും. അതുകൊണ്ട് അതല്ല വേണ്ടത്. രാജ്യത്ത് വേണ്ടത് ജനാധിപത്യ ഭരണമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചു അവസാന കാലത്ത് സഹോദരനയ്യപ്പൻ. അതിന് പറയുകയും നമ്മളത് പഠനാർഹമാകേണ്ട ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതൊന്ന് പഠിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം സഹോദരനയ്യപ്പൻ വിഭാവന ചെയ്ത ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികളില്ല. എത്ര പേരത് കണ്ടെത്തിയിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരനയ്യപ്പൻ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡെമോക്രസി എന്ന അതിന് അദ്ദേഹം ഇട്ട പേര്. ഇൻഡിപെൻഡൻറ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ സഹോദരനയ്യപ്പൻ വിഭാവന ചെയ്തതാണ് സ്വതന്ത്ര ജനാധിപത്യം, രാഷ്ട്രീയ കക്ഷികളില്ലാതെ. ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ മെറിറ്റ് അനുസരിച്ച് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുക. അങ്ങനെ മെറിറ്റോറിയസ് ആയിട്ട് വരുന്ന വ്യക്തികൾ കൂടിയിരുന്ന് രാജ്യത്തിൻ്റെ വികസനം പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതാകും എന്ന് ഉറച്ചു വിശ്വസിച്ചയാളാണ് അയ്യപ്പൻ. അപ്പോൾ ആളുകൾ ചോദിച്ചു അയ്യപ്പനോട്, ഈ രാഷ്ട്രീയ കക്ഷികളായതിൻ്റെ കുഴപ്പം? അയ്യപ്പൻ പറഞ്ഞു, പ്രശ്നമുണ്ട്. സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടാവും. പ്രതിപക്ഷവും ഭരണപക്ഷവും എവിടെയുണ്ടോ അവിടെ പരസ്പരം ഏറ്റുമുട്ടും, ആശയപരമായും കായികമായും. എത്ര ശരിയാണ്. ഇപ്പോഴത്തെ ജനാധിപത്യത്തെ നമുക്ക് വിലയിരുത്തുമ്പോഴും അറിയാം. ആശയപരമായി ഭരണപക്ഷം കൊണ്ടുവരുന്നതിനെ ഏതെല്ലാം തരത്തിൽ എതിർക്കാമോ അതിനെല്ലാം നഖശികാന്തമായി എതിർക്കാൻ വേണ്ടി പ്രതിപക്ഷം നിൽക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരിക്കലും പുരോഗമന ആശയങ്ങളെ നടപ്പിലാക്കാൻ പറ്റാത്ത വേദികളായി പോലും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അടിക്കുമ്പോൾ അത് ആയി മാറും, അല്ലെങ്കിൽ ആയിത്തീരും എന്ന് സഹോദരൻ പറയുന്നത് എത്ര ശരിയാണ്. നമ്മൾ ഈ ജനാധിപത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പുരോഗമനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കക്ഷി രാഷ്ട്രീയമില്ലാത്ത സ്വതന്ത്ര ജനാധിപത്യമാണ് ഈ രാജ്യത്തിന് നല്ലത് എന്ന് അയ്യപ്പൻ കൺക്ലൂഡ് ചെയ്യുന്ന അങ്ങനെയാണ്. എത്ര മഹത്തായ ഒരു ആശയമാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതും പഠിക്കപ്പെടേണ്ടതുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ആശയമായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് സഹോദരൻ അയ്യപ്പൻ്റെ ചിന്തകൾ യുക്തിവാദത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ യുക്തിവാദം ഇന്നത്തെ ചില യുക്തിവാദികൾ പറയുന്ന പോലുള്ള നിരീശ്വരവാദമായിരുന്നില്ല. കാരണം യുക്തിവാദം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡിയോളജി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് സഹോദരനയ്യപ്പൻ തുറന്നു പറയുമായിരുന്നു. യുക്തി എന്നത് ചിന്തയുടെ ഒരു ഉപാധി മാത്രമാണ്. സഹോദരനയ്യപ്പൻ്റെ വാക്കുകളാണ് ഞാനീ പറയുന്നത്. യുക്തി എന്നത് ചിന്തയുടെ ഒരു ഉപാധി മാത്രമാണ്. ആ ഉപാധിയിലൂടെ ചിലർ ദൈവം ഇല്ലെന്ന നിഗമനത്തിൽ എത്തിച്ചേരും, മറ്റു ചിലർ ദൈവവിശ്വാസത്തിലും എത്തിച്ചേരും. രണ്ടിടത്തും ഒരുപോലെ യുക്തിചിന്തയുണ്ട്. എത്ര മഹത്തായ സന്ദേശം! രണ്ടിടത്തും ഒരുപോലെ യുക്തിവാദമുണ്ട്, യുക്തിചിന്തയുണ്ട്. അയ്യപ്പൻ്റെ ഈ അഭിപ്രായത്തോട് അന്നത്തെ ചില പുരോഗമന ആശയക്കാരെന്ന് പറയുന്ന യുക്തിവാദികളും യോജിക്കാതിരുന്നില്ല. അവരോട് അയ്യപ്പൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ?
യുക്തിവാദം ചില വിശ്വാസങ്ങൾ സ്ഥാപിക്കാൻ ഉതകുന്ന തരത്തിൽ ഉള്ളതായിരിക്കും എന്ന് കരുതരുത്. അതിനു വേണ്ടിയുള്ളതല്ല യുക്തിവാദം. അങ്ങനെ വന്നാൽ അത് അന്ധവിശ്വാസം ആകും, അല്ലെങ്കിൽ അത് വികലമായ യുക്തിവാദമാകും. ഇതാണ് അയ്യപ്പൻ അവർക്ക് കൊടുത്ത മറുപടി. എന്നിട്ട് അയ്യപ്പൻ തുടർന്ന് പറയാണ്, യുക്തിവാദവും നിരീശ്വരവാദവും പര്യായമായി കണക്കാക്കുന്നവർ ഉണ്ട്. അത് വാസ്തവത്തിൽ തെറ്റാണ്. ഒരുതരം അന്ധവിശ്വാസവുമാണത്. അതവരുടെ പല വാദഗതികളിലും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുവിനെ ഭൗതികവാദിയായി ചിലർ ചിത്രീകരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ്. നമുക്കൊക്കെ അറിയാം ശ്രീനാരായണ ഗുരുദേവൻ തികഞ്ഞ ആത്മീയവാദിയായിരുന്നു എന്ന് സഹോദരൻ പറയുന്ന. അതുപോലെ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗം വന്നാൽ സഹോദരൻ അന്ന് പറഞ്ഞതാണ്, കമ്മ്യൂണിസത്തെ ഞാൻ എതിർക്കാൻ കാരണം സമഗ്രാധിപത്യ ഭരണം സ്ഥാപിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു കമ്മ്യൂണിസം എന്നതിനാലാണ്. എന്നാൽ സഹോദരനയ്യപ്പൻ കോൺഗ്രസിൻ്റെ പക്ഷത്തായിരുന്നു? അല്ല. കോൺഗ്രസിലെ കർമ്മപരിപാടികളെ, മഹാത്മാഗാന്ധിയുടെ കർമ്മപരിപാടികളെ എല്ലാം അനുകൂലിക്കുമ്പോഴും ഗാന്ധിജിയെ ശക്തമായി എതിർത്തിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നേതാവെന്ന നിലയിലും ഞാൻ മഹാത്മാഗാന്ധിയോട് യോജിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ വിശ്വാസ പ്രമാണങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്ന് സഹോദരനയ്യപ്പൻ പറയുമായിരുന്നു. കാരണം മഹാത്മാഗാന്ധി മതകാര്യങ്ങളിൽ എടുത്തിരുന്ന നിലപാട് ഹിന്ദു യാഥാസ്ഥിതിക നിലപാടായിരുന്നു. സഹോദരനയ്യപ്പൻ പറയുന്ന ഹിന്ദു യാഥാസ്ഥിതിക നിലപാട് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ പലമത സാരവും ഏകമൊന്നും, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള നിലപാടാണ് നമ്മുടെ രാജ്യത്തിന് സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മഹാത്മാഗാന്ധിയെ അത്തരത്തിൽ എതിർക്കുന്നു. ശ്രീരാമ ജയ് ശ്രീരാം എന്നൊക്കെയുള്ള മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യം വിളിയെ ഞാൻ എതിർക്കുന്നു എന്ന് സഹോദരനയ്യപ്പൻ പറയുമായിരുന്നു. അത്തരത്തിൽ മഹാത്മാഗാന്ധിയോടും വിയോജിപ്പുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയെ സഹോദരനയ്യപ്പൻ എതിർത്തിട്ടുണ്ട് പലപ്പോഴും. അതിൻ്റെ കാരണം കോൺഗ്രസ് പാർട്ടി പുരോഗമന ആശയത്തെ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ അവിടെ സവർണന് വേണ്ടി ഒരു അടുക്കള പാചകപ്പുര, അവർണന് വേണ്ടി വേറൊരു പാചകപ്പുര, അത് ശരിയല്ല. കാരണം കോൺഗ്രസ് സമ്മേളനങ്ങളിലൊക്കെ അതാണ് നടക്കുന്നത്. അതിനെ സഹോദരനയ്യപ്പൻ ശക്തമായി എതിർത്തിരുന്നു. ഗുരുദേവനും അത് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ടി കെ മാധവനോട് ഗുരുദേവൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, വൈക്കം സത്യാഗ്രഹത്തിൽ ഊട്ടുപുര നടത്തുമ്പോൾ മാധവ അവിടെ 2 തരത്തിലുള്ള ഊട്ടുപുരയാണെങ്കിൽ നാം അവിടെ വരില്ല എന്ന് പറഞ്ഞിരുന്നു. അതല്ലാതെ ആക്കി ടി കെ മാധവൻ. അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിലാണ് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ എല്ലാവരും ഒരുപോലെ ഓരോ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാ ജാതി മതത്തിലും പെട്ട ആളുകൾ ഒന്നിച്ച് പാചകം ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിൽ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ യാഥാസ്ഥിതികത, സവർണ യാഥാസ്ഥിതികത കോൺഗ്രസിൽ പല രംഗത്തും സജീവമായിട്ടുള്ളത് കൊണ്ടും ഞാൻ കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നു എന്ന് സഹോദരനയ്യപ്പൻ പറയുമായിരുന്നു. അതാണ് സഹോദരനയ്യപ്പൻ്റെ അത്തരം കാര്യങ്ങളോടുള്ള നിലപാട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിച്ചത്. അതുപോലെ തന്നെ സഹോദരനയ്യപ്പൻ ഞാൻ പറഞ്ഞതുപോലെ ഗുരുദേവൻ്റെ ആശയങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്? ഗുരുദേവൻ്റെ ആശയങ്ങളിൽ 100% വിശ്വാസമായിരുന്നു സഹോദരനയ്യപ്പൻ, അടിയുറച്ച വിശ്വാസം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി വ്യത്യാസം മനുഷ്യരുടെ ഇടയിൽ ഇല്ലാതാകണം, ശാസ്ത്രീയമായ നിലപാട് പുലർത്തണം, ശാസ്ത്രം പറയുന്നതിൽ കാര്യമുണ്ട്. ഇതെല്ലാം ഗുരു പലപ്പോഴായി സഹോദരനയ്യപ്പനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ശാസ്ത്രയുഗത്തെ പുൽകുന്ന സമീപനമാണ് ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ടാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ജാതിയെ എതിർത്തത്. ശാസ്ത്രീയമായി ജാതി മനുഷ്യരുടെ ഇടയിൽ ഒന്നാണെന്ന് തന്നെ പ്രൂവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ പലതാണെന്ന് തെളിയിക്കാൻ കഴിയില്ലെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. കാരണം രക്തപരിശോധനയൊക്കെ നടത്തുന്നത് ശാസ്ത്രീയമാണ്, അതിലൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ നിലപാടിൽ തന്നെയാണ് സഹോദരനയ്യപ്പൻ നിന്നത്. ഗുരുദേവന് മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് സഹോദരനയ്യപ്പൻ എന്നും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അധ്യായം കൂടി ഇതിനോടൊപ്പം ചേർക്കണം എന്ന് ഞാൻ കരുതുകയാണ്. അത് മറ്റൊന്നുമല്ല, സഹോദരനയ്യപ്പനോടുള്ള വാത്സല്യത്തിൻ്റെ അതിരേകം പ്രകടിപ്പിക്കുന്നതിന് ഗുരുദേവൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി സഹോദരനയ്യപ്പൻ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. അത് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറി അവിടെ തോട്ടുമുഖം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിൻ്റെ സംഭവങ്ങൾ കൂടി വിവരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ സാധാരണ അയ്യപ്പൻ അവിടെ സന്ദർശനം നടത്തുമ്പോൾ വൈകുന്നേരങ്ങളാണെങ്കിൽ ഗുരുദേവൻ തോട്ടുമുഖത്തേക്ക് പോകും. അപ്പം അയ്യപ്പനും കൂടെ പോകും. ചിലപ്പോൾ അയ്യപ്പൻ ചെല്ലുമ്പോൾ തോട്ടുമുഖത്ത് ഗുരുദേവൻ വിശ്രമിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അയ്യപ്പൻ പോകും. ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് അയ്യപ്പൻ അവിടെ ചെല്ലുമ്പോൾ ഗുരുദേവൻ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പരന്ന പാറയുണ്ട്. ആ പാറപ്പുറത്ത് ധ്യാനനിരതനായി അസ്തമയ സൂര്യനെ നോക്കി ഗുരുദേവൻ ഇരിക്കുന്നതായിട്ടാണ് കാണുക.
അയ്യപ്പൻ നിശബ്ദനായി പുറകിൽ പോയി ഗുരുവിനോടൊപ്പം ഇരിക്കും. ധ്യാനത്തിൽ നിന്ന് വിടുതൽ നേടുന്ന ഗുരുദേവൻ അയ്യപ്പനുമായിട്ട് കുശലം പറഞ്ഞു തുടങ്ങും. ഇരുട്ട് വ്യാപിച്ചു കഴിയുമ്പോഴാണ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. ഇങ്ങനെ നിരന്തരം അവിടെ സമ്പർക്കം നടത്തുമ്പോൾ അയ്യപ്പനോട് ഗുരുദേവൻ പറയുമായിരുന്നു, ഈ സ്ഥലം വളരെ പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. സമൂഹത്തിന് പ്രയോജനപ്രദമായ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇവിടെ കെട്ടിപ്പടുക്കാൻ കഴിയണം. എന്നിട്ട് അയ്യപ്പനെ നോക്കി ചോദിക്കും, അയ്യപ്പൻ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ പറ്റുമല്ലേ? പറ്റും സ്വാമി എന്ന് അയ്യപ്പൻ അന്ന് വാക്ക് കൊടുത്തിരുന്നു. ഈ സ്ഥലം 30 ഏക്കറാണ്. ഈ 30 ഏക്കർ സ്ഥലം അവിടെ എങ്ങനെയാണ് വന്നതെന്നറിയാമോ? ആ പ്രദേശത്ത് ഈ 30 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയായ വേലു എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ബാർബർ ജോലിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം അല്പം മുട്ടാളത്തമുള്ള ആളായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആളുകളെ തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ പിടിച്ചുപറി പോക്കറ്റടിയും ഒക്കെ വേണേൽ നടത്തും. അങ്ങനെ ജീവിച്ച ഒരാളാണ്. അങ്ങനെ പലപ്പോഴും കേസിൽപ്പെട്ടു. അവസാനമായി ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ പോയി. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ച് വന്ന ഈ വേലു സമൂഹത്തോട് വീണ്ടും പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവുകയും ആരും ഇദ്ദേഹത്തെ ഒരിടത്തും കയറ്റാതെ, ഒരു കടയിൽ നിന്ന് പോലും ഒരു സാധനം കൊടുക്കുകയില്ല, ആട്ടി ഓടിക്കുന്ന നല്ല ബലമായിട്ട് ഇത് പിടിച്ച് പറിച്ചെടുക്കേണ്ട സ്ഥിതിയിലേക്ക് വീണ്ടും വഴുതി പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് സഞ്ചാരത്തിനിടയിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ഇദ്ദേഹം എത്തി. അവിടെ ഒന്നും വല്ലതും അടിച്ചുകൊണ്ട് പോകാമെന്ന ധാരണയിലായിരിക്കും ഒരുപക്ഷെ എത്തിയതെന്ന് വേണേൽ കരുതാം. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ കണ്ട മാത്രയിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. തൊഴാൻ തോന്നി, ഗുരുദേവനെ തൊഴുതു. ഗുരുദേവൻ ചോദിച്ചു, എന്താണ് പേര്? വേലു. എവിടെ നിന്ന് വരുന്നു? ഞാനിവിടെ 2-3 കിലോമീറ്റർ അപ്പുറം ഉള്ള ആളാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ജയിൽവാസം അനുഭവിച്ചിട്ട് വരികയാണ് സ്വാമി. എന്നെ ഒരു മനുഷ്യനും ഒരിടത്തും അടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. ഗുരുദേവനും അപ്പുറം കസേരയിട്ടിരുന്നു. അവിടെ മുറ്റത്ത് മാവിൻ ചൂട്ടിലാണ് സാധാരണ ഇരിക്കുന്നത്. ഈ കഥ മുഴുവൻ ഈ വേലു ഗുരുദേവനോട് പറഞ്ഞു കൊടുത്തു. എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഞാൻ ജീവിച്ചതെങ്ങനെ. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, ഇവിടെ നിൽക്കുന്നതിന് വേലുവിന് വിരോധമുണ്ടോ? ഒരു നിധി കിട്ടിയ പോലെയാണ് വേലുവിന്. സന്തോഷ അതിരേകത്താൽ തുള്ളിച്ചാടി എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നിൽക്കാം സ്വാമി എന്ന് പറഞ്ഞ് തൊഴുതു. അന്ന് മുതൽ ഗുരുവിനോടൊപ്പം അവിടെ കഴിഞ്ഞു. ഈ വേലു പിന്നെ ആരെയും തല്ലാൻ പോയിട്ടില്ല, ആരെയും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല, ആരോടും ഹീനമായ രൂപത്തിൽ പെരുമാറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു സാധു മനുഷ്യനായി ആലുവ അദ്വൈതാശ്രമത്തിലെ പുറം ജോലികളെല്ലാം ചെയ്ത് ഗുരുവിനോടൊപ്പം കഴിഞ്ഞു. അങ്ങനെ കഴിയുമ്പോൾ ഗുരുദേവൻ അദ്ദേഹത്തിനിട്ട പേരാണ് വാൽമീകി എന്ന്. നമുക്കറിയാം, വാൽമീകിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. രത്നാകരൻ എന്ന പേരോടുകൂടി പിടിച്ചുപറിക്കാരനും പോക്കറ്റടിക്കാരനും ഒക്കെയായി നാട്ടിലുടനീളം നടന്നിരുന്ന ഈ രത്നാകരൻ സപ്തർഷികളെ കണ്ടതിന് ശേഷം അവരുടെ ബാഗും പണവും മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമുണ്ടായ മാനസിക പരിവർത്തനം, തപസ് ചെയ്തതും ചെതൽപ്പുറ്റ് വന്ന് മൂടിയതും ചെതൽപ്പുറ്റിനകത്തിരുന്നും ജപിച്ചുകൊണ്ടിരുന്നു രാമരാമ എന്ന ആമരീമരാം തുടങ്ങിയതാണ്. അങ്ങനെ ഇരുന്നു. സപ്തർഷികൾ തിരിച്ചു വരുന്നത് വരെ അവിടെ ഇങ്ങനെ തപസ് ചെയ്ത് ജപിച്ചുകൊണ്ടിരിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ലംഘിക്കാതിരുന്ന് പുറ്റു വന്ന് മൂടി ചെതൽപ്പുറ്റാൻ മൂടിയ ഈ രത്നാകരനെ സപ്തർഷികൾ തിരിച്ചു വരുന്ന കാലത്ത് ആ ചെതൽപ്പുറ്റ് തട്ടിക്കുടഞ്ഞിട്ട് അവർ വെളിയിലേക്ക് എടുത്തു. അങ്ങനെ ആ ചെതൽപ്പുറ്റിൽ നിന്ന് വെളിയിൽ വന്ന ആളെന്ന രൂപത്തിൽ വാൽമീകി എന്ന നാമകരണം ചെയ്തു. മഹാഋഷിയായി വാൽമീകി മാറി എന്നെല്ലാം ഉള്ള കഥ. അതുപോലെ ഈ വേലുവും ഋഷിതുല്യനായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് ഗുരുദേവൻ ഇദ്ദേഹത്തിന് വാൽമീകി എന്ന് പേരിട്ടു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥലമായ ഈ തോട്ടുമുഖത്ത് ഉള്ള ആ കുന്നുംപുറത്തിന് വാൽമീകി കുന്നെന്നും പേരിട്ടു. അങ്ങനെയാണ് ഈ വാൽമീകി കുന്നെന്ന പേരും അതിന് വന്നത്. അതാണ് തോട്ടുമുഖം ശ്രീനാരായണഗിരിയായി പിന്നീട് മാറുന്നത്. ശ്രീനാരായണഗിരി എന്ന നാമകരണം പിന്നീട് ചെയ്യുന്നതാണ്. അതിൽ മുൻകൈ എടുത്ത സഹോദരൻ അയ്യപ്പനാണ്. ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് മുഖ്യമായ വികസന പ്രവർത്തനം നടത്തണമെന്ന് സഹോദരൻ അയ്യപ്പൻ വിചാരിച്ചു. അതിനായി സഹോദരൻ അയ്യപ്പൻ കണ്ടെത്തിയ മാർഗം സഹോദരൻ അയ്യപ്പൻ്റെ പത്നിയെ അതിനുവേണ്ടി വിനിയോഗിക്കുക എന്നതാണ്. ഇടയ്ക്കെന്ന് പറയട്ടെ, സഹോദരൻ അയ്യപ്പൻ്റെ വിവാഹം വളരെ വൈകിയാണ് നടന്നത്. 1930 അന്ന് 41 വയസ്സുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചത് തൃശ്ശൂർ തന്നെയുള്ള അന്നത്തെ അയ്യാക്കുട്ടി മുൻസിപ്പ്, പിന്നീട് ജഡ്ജിയായി അദ്ദേഹം വിരമിച്ചാണ്. അയ്യാക്കുട്ടി മുൻസിപ്പിൻ്റെ മകൾ പാർവതിയാണ്. നമുക്കിപ്പോൾ പാർവതി അമ്മ എന്ന് വിളിക്കാം. ഈ പാർവതി അമ്മ വളരെ സാധു സ്ത്രീ, അറിവുള്ള സ്ത്രീ, അധ്യാപികയായി വിരമിച്ച സ്ത്രീ എന്നു മാത്രമല്ല, ഈ പാർവതി അമ്മയുടെ അച്ഛൻ അയ്യാക്കുട്ടി ആ കാലഘട്ടത്തിലെ ആ പ്രദേശത്തെ
നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ജഡ്ജി സ്ഥാനത്ത് നിന്ന് വിരമിച്ച് കഴിഞ്ഞ് ഒരുപാട് സാധുക്കളെ സംരക്ഷിക്കുക, ഒരുപാട് സാധുക്കൾക്ക് സഹായം ചെയ്യുകയും വിദ്യാഭ്യാസ സഹായം, ഭക്ഷണത്തിനുള്ള സഹായം അടക്കം ചെയ്യുകയും ചെയ്യുന്നു. ആ തരത്തിൽ അങ്ങനെയുള്ള ബാലികമാർക്ക് അല്ലെ പെൺകുട്ടികൾക്ക് സഹായം ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായ മോറൽ ഗൈഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ഈ പാർവതി അമ്മ നടത്തുകയൊക്കെ ചെയ്യുന്ന കാലം, തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പത്രവും പ്രവർത്തനമെല്ലാമായിട്ട് അയ്യപ്പൻ നടക്കുന്ന കാലത്ത് അയ്യാക്കുട്ടി ജഡ്ജിയായിട്ടുള്ള നിരന്തര സമ്പർക്കം, അടുപ്പം, ആ അടുപ്പത്തിൽ നിരന്തര സമ്പർക്കത്തിൻ്റെയും ഫലമായിട്ടാണ് അയ്യാക്കുട്ടി ജഡ്ജിയുടെ മകൾ ആയ പാർവതിയെ അയ്യപ്പൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് കടന്നു. അയ്യപ്പന് സുഗതൻ എന്ന് പറയുന്ന മകനും ഐഷ എന്ന മകളുമാണ് ഉണ്ടായിരുന്നത്. സുഗതൻ പിന്നീട് ഡോക്ടറായി വിദേശത്ത് താമസിക്കുന്നു. ഐഷ നാട്ടിലാണ്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യയായി കുടുംബജീവിതം നയിച്ചു. ഇതാണ് കുടുംബജീവിത പശ്ചാത്തലം. ഞാനിത് പറയാൻ കാരണം, സഹോദരനയ്യപ്പൻ സഹധർമ്മിണിയായ പാർവതിയോട് പറഞ്ഞു, പെൻഷൻ പറ്റി നിന്ന് വീട്ടിൽ താമസിക്കുകയല്ലേ, ഈ നമ്മൾക്ക് ശ്രീനാരായണഗിരിയിൽ അല്ലെങ്കിൽ വാൽമീകി കുന്നിൽ ഗുരുദേവൻ നിർദ്ദേശപ്രകാരം, ഗുരുദേവൻ്റെ മഹാസമാധിക്ക് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്, നമുക്കൊരു പ്രസ്ഥാനം തുടങ്ങണം, അതിന് ശ്രീനാരായണ സേവികാ സമാജം എന്ന് പേരിട്ട് അയ്യപ്പൻ തന്നെ അതിനകത്ത് അംഗങ്ങളെ ചേർത്ത് സഹധർമ്മിണിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അതിൻ്റെ സെക്രട്ടറിയാക്കി നിയോഗിച്ചു. പാർവതി അമ്മ അതിൻ്റെ സെക്രട്ടറിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. 1964 അതിന് തുടക്കം കുറിച്ചത്. അത് വിഭാവന ചെയ്തിരുന്നത് അവിടെ ഒരു മനോഹരമായ ഗുരുമന്ദിരം, ആ ഗുരുമന്ദിരത്തിൻ്റെ താഴത്ത് വശത്തായിട്ട് ഒരു ശാന്തി മന്ദിരം എന്ന് പറഞ്ഞാൽ അനാഥരായ വനിതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിന് അപ്പുറത്ത് മാറി ഒരു ആനന്ദഭവനം, ഈ ആനന്ദഭവനം അനാഥരായ കൊച്ചുകുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിനോടൊപ്പം ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഞാൻ പറഞ്ഞില്ലേ, സഹോദരനയ്യപ്പൻ്റെ മുഖ്യ ജീവചരിത്രകാരനായിരിക്കുന്ന സാനു മാസ്റ്ററെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചിട്ട് ഓരോ സ്ഥാനവും സഹോദരനയ്യപ്പൻ തന്നെ കാണിച്ചു. ഇവിടെ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഈ പാർവതി അമ്മയെ അതിൻ്റെ സംഘാടക സമിതിയുടെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നല്ല രീതിയിലെ കാര്യങ്ങൾ, പുരോഗതി മുന്നോട്ട് പോയി. പക്ഷെ പണത്തിൻ്റെ ഒരു വലിയ അഭാവം അവിടെ സംജാതമായിരുന്നു. അപ്പോൾ പാർവതിയമ്മ ചോദിക്കുമായിരുന്നു, ഈ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചാൽ ഇതിനെല്ലാമുള്ള പണം എവിടെ നിന്ന് കിട്ടും? അപ്പോൾ സഹോദരനയ്യപ്പൻ, എനിക്ക് തോന്നുന്നു ഐഷ എന്ന സഹോദരനയ്യപ്പൻ്റെ പുത്രി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്നേഹബന്ധമായിരുന്നു. അവർ പരസ്പരം മുഷിഞ്ഞ് സംസാരിക്കുന്ന പോലും ഒരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ ആശയപരമായി ഇവർ തർക്കിക്കുകയും ചെയ്യുമായിരുന്നു പല കാര്യത്തിലും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം, സഹോദരനയ്യപ്പൻ ഏറ്റവും മുഷിഞ്ഞ് തൻ്റെ സഹധർമ്മിണിയോട് സംസാരിച്ചിട്ടുള്ളത് ഈ രംഗത്തിലാണെന്ന് തോന്നുന്നു. ഒരിക്കൽ പാർവതി അമ്മ ചോദിക്കുന്നുണ്ട് അയ്യപ്പനോട്, പൈസ ഇല്ലല്ലോ, ഇതൊക്കെ എങ്ങനെ നടത്താൻ പറ്റും? ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഓരോരോ പദ്ധതി പ്ലാൻ ചെയ്താൽ ആര് നടത്താനാ എന്നൊക്കെ വ്യാകുല ചിന്തയോടെ ചോദിക്കുമ്പോൾ അയ്യപ്പൻ ദേഷ്യപ്പെട്ട് ഈ സഹധർമ്മിണിയോട് പറയുന്നൊരു മറുപടിയുണ്ട്: പൊതു കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ഗുരുദേവൻ പറഞ്ഞ ഒരു കാര്യവും പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ മുടങ്ങിയിട്ടില്ല. ഇനി ഇവിടെയും മുടങ്ങാൻ പാടില്ല. പണത്തിന് വേണ്ടി തെണ്ടാൻ പോലും തയ്യാറാവണം. നിനക്ക് തെണ്ടാൻ തയ്യാറുണ്ടോ? ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിച്ചു എന്നാണ് പറയുന്നത്. തെണ്ടാൻ തയ്യാറാവണം. എന്തിനു വേണ്ടി? പൊതുക്കാര്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു. പിന്നീട് ആ സഹധർമ്മിണി ഒന്നും മിണ്ടിയിട്ടില്ല. അയ്യപ്പൻ്റെ മനോഗതം അറിയാം, അയ്യപ്പൻ്റെ ഉദ്ദേശം അറിയാം, ആ ഉദ്ദേശ ശുദ്ധിയെ മാനിക്കണം എന്നറിയാം. അതുകൊണ്ട് നിശബ്ദമായി അത് അംഗീകരിച്ചുകൊണ്ട് കഴിയുന്നത്ര ആളുകളെ എല്ലാം കണ്ട് പിരിവെടുത്ത് ഈ പ്രസ്ഥാനം നടത്താൻ കഴിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ വലിയ പുരോഗതി നേടിയിട്ടുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ആലുവയുടെ ചുമതലയുള്ള സ്വാമിയെ വിളിച്ച് ചോദിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത്. അവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഈ നിർധനരായ അല്ലെ അനാഥരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ശാന്തി മന്ദിരം, കുട്ടികളെ സംരക്ഷിക്കുന്ന ആനന്ദഭവനം, ഗുരുമന്ദിരം അല്ലെങ്കിൽ ഗുരുക്ഷേത്രം, അതോടൊപ്പം അനാഥ കുട്ടികൾക്കായി ഒരു സ്കൂള്, ഒരു നേഴ്സറി സ്കൂള്, അതുപോലെ തന്നെ ഒരു നല്ല ബേക്കറി യൂണിറ്റ്, അവിടെ തന്നെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ വയ്ക്കുന്ന യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്, ഗ്രന്ഥശാല, തയ്യൽ പരിശീലന കേന്ദ്രം, കറി പൗഡർ യൂണിറ്റ് എന്നിവയെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് സഹോദരനയ്യപ്പൻ വിഭാവന ചെയ്തതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ വേലു എന്ന അദ്ദേഹത്തിൻ്റെ മാനസിക ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ അനുചരനായി അല്ലെ ശിഷ്യനായി ആലുവയിൽ ചേർന്ന, മുൻപ് അല്പം മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച വ്യക്തി ആയിരുന്നിട്ട് കൂടി ആ വ്യക്തി അദ്ദേഹം ഗുരുദേവന് ഇഷ്ടദാനമായി എഴുതി കൊടുത്ത സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
അങ്ങനെ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അതിൽ തന്നെ പാർവതി അയ്യപ്പൻ അതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ മരണം സംഭവിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ 1968 മാർച്ച് 6 മരിച്ചു. എന്നാൽ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതുകൂടി അറിഞ്ഞിട്ട് മരിക്കാൻ അയ്യപ്പന് കഴിഞ്ഞതിൽ അതൊരു സുഹൃതമാണ് എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് അതുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 1967 ഡിസംബർ 1968 ജനുവരി 1 വേണമെങ്കിൽ പറയാം. അന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി മന്ദിരത്തിലെ പ്രതിമാ പ്രതിഷ്ഠ ശിവഗിരിയിൽ നടക്കുന്നത്. അത് ആ പ്രതിമ അനാവരണം ചെയ്യാൻ അവിടെ എത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈനാണ്. അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത്. അതിന് വിശിഷ്ടാതിഥികളെല്ലാം സ്റ്റേജിലിരിക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ സദസ്സിലിരിക്കുകയാണ്. കാരണം ഔദ്യോഗിക സ്ഥാനമൊന്നും സഹോദരൻ അയ്യപ്പൻ അന്നില്ല. എല്ലാത്തിൽ നിന്നും വിരക്തനായി മാറി നിൽക്കുന്ന ഈ ശ്രീനാരായണഗിരിയിലെ സഹധർമ്മിണി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു വ്യക്തിയായി കഴിയുന്ന ആ കാലഘട്ടത്തിൽ സദസ്സിലിരിക്കുന്ന സഹോദരൻ അയ്യപ്പനെ EMS കണ്ടു. തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് EMS എഴുന്നേറ്റപ്പോൾ ഇപ്രകാരം പറഞ്ഞു അത്രേ: ഈ സദസ്സിലിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ കൂടി ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കണം. ഈ വേദിയിലിരിക്കാൻ അർഹതപ്പെട്ട ആളാണ് സഹോദരൻ അയ്യപ്പൻ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് ആളുകൾക്ക് സംശയം ഉണ്ടായേക്കാം. അതുകൊണ്ട് പറയട്ടെ. ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി കടന്നു വരുന്നത് യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങളിലാണ്. അതോടൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരികയും അതിലെ ഇടതുപക്ഷ നിലപാടുകാരായി മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ 2017-18 കാലഘട്ടത്തിൽ ഞാൻ ഇടതുപക്ഷത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും ലെനിനെക്കുറിച്ചുമൊക്കെ ആദ്യമായി വായിച്ചറിയുന്നത് ഈ ഇരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ ചേറായിൽ നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന സഹോദരൻ മാസികയിൽ അദ്ദേഹം എഴുതുന്ന ലേഖനത്തിലൂടെയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ എൻ്റെ ആദ്യ രാഷ്ട്രീയ ഗുരു സഹോദരൻ അയ്യപ്പനാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ഞാൻ എന്നോടൊപ്പം ക്ഷണിക്കുന്നത് എന്ന് പറയുകയും കരഘോഷത്തോടെ ആളുകളിൽ പലരും എഴുന്നേറ്റ് സഹോദരൻ അയ്യപ്പനെ കൈപിടിച്ച്, സഹോദരൻ അയ്യപ്പൻ അന്ന് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ശാരീരികമായി, ഈ സദസ്സിൽ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു എന്ന് വരെ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി കണ്ടിട്ടാണ് സഹോദരൻ അയ്യപ്പൻ മരിച്ചത് എന്ന് ഞാനത് പറയാൻ കാരണം ആ ഒരു സുഹൃത, ആ ഒരു പുണ്യം കൂടിയുണ്ട്. കാരണം EMSന് പോലും മാർഗനിർദ്ദേശം നൽകുന്നതിന് സഹോദരൻ അയ്യപ്പൻ്റെ പത്രത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘദർശനം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയപരമായ നിലവാരം, ഔന്നത്യം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ സഹോദരൻ അയ്യപ്പൻ 1968 വിട പറയുന്നു. 68 മാർച്ച് 6 വലിയ അസുഖമൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല. അന്നും പതിവ് പോലെ സന്ദർശകരെ സ്വീകരിക്കുകയും കുശലം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. എന്നാൽ നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖം സഹോദരൻ അയ്യപ്പനെ ബാധിക്കുകയും 2-3 പ്രാവശ്യം അതിനെ ചികിത്സിക്കുകയും ചെയ്തിരുന്നതാണ്. അതാണ് സഹോദരൻ അയ്യപ്പൻ്റെ പഴയകാല ആരോഗ്യത്തിൻ്റെ ചരിത്രം. ആ ഹൃദയ സംബന്ധമായ അസുഖം പൊടുന്നനവേ ഈ പെട്ടെന്ന് ആ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഉണ്ടാകുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് അവിടെ മുണ്ടശ്ശേരി മാസ്റ്ററും അതുപോലെ 2-3 അതിഥികളും ചെന്ന് സഹോദരൻ അയ്യപ്പനുമായിട്ട് സംസാരിച്ച് പല കാര്യങ്ങളും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നതായിരുന്നു. ഉച്ച കഴിഞ്ഞ് എൻ്റെ ജീവചരിത്രകാരനായിരുന്ന സാനു മാഷ് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വാർത്ത അറിഞ്ഞത് മരിച്ചു എന്ന് മനസ്സിലാക്കിയത്. മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ധൃതിപ്പെട്ട് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. പിന്നീട് സംസ്കാര ചടങ്ങുകൾ, സഹോദരൻ അയ്യപ്പൻ്റെ ശവം എവിടെ അടക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ വന്നപ്പോൾ ശ്രീനാരായണഗിരിയിൽ തന്നെ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ധർമ്മസംഘം ട്രസ്റ്റും സമ്മതിച്ചു, SNDP യോഗവും സമ്മതിച്ചു. അങ്ങനെ SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി, രാജ്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി എല്ലാം കൂടെ ചേർത്ത് എല്ലാവരും ചേർന്ന് ജനലക്ഷങ്ങൾ പങ്കെടുത്ത വിലാപയാത്രയോടുകൂടി ശ്രീനാരായണഗിരിയിലേക്ക് സഹോദരൻ അയ്യപ്പൻ്റെ ഭൗതിക ശരീരം ആനയിക്കുകയും അവിടെ അടക്കുകയും ചെയ്തു. ഈ ഭൗതിക ശരീരം രഥത്തിൽ നിന്ന് ശ്രീനാരായണഗിരിയിൽ ഇറക്കി വെച്ചപ്പോൾ അത് അവിടെ നിന്ന് ചിതയിലേക്ക് വഹിക്കുന്നത് SNDP യോഗത്തിൻ്റെ അന്നത്തെ ഭാരവാഹികളും ജീവിച്ചിരുന്ന പഴയകാല ഭാരവാഹികളും ചേർന്നാണ് എന്ന ഒരു ചരിത്ര സത്യം കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്രമാത്രം സ്നേഹവും ബഹുമാനവും ആദരവും വിശ്വാസവും സഹോദരൻ അയ്യപ്പനിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവനോട് സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിരുന്ന ആദരവും ബഹുമാനവും. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി ആയപ്പോൾ എനിക്ക് തോന്നുന്നു
മുതിർന്ന അയ്യപ്പൻ ആരുടെ മുമ്പിലെങ്കിലും കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുദേവൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുക മാത്രം ചെയ്യുമ്പോഴാണ്. അതോടൊപ്പം മഹാസമാധിയായപ്പോൾ സഹോദരനയ്യപ്പന് സഹിക്കാൻ പറ്റിയില്ല. മഹാസമാധി സമയത്ത് സഹോദരനയ്യപ്പൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്നില്ല. വാർത്ത അറിഞ്ഞ് ശിവഗിരിയിൽ ഓടിയെത്തിയ സഹോദരനയ്യപ്പൻ ഗുരുവിൻ്റെ ഭൗതിക ശരീരം, സമാധിസ്ഥമായ ഭൗതിക ശരീരം കണ്ടിട്ട് അതിൻ്റെ അടുക്കൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പൊട്ടിക്കരഞ്ഞ സഹോദരനയ്യപ്പൻ ഹൃദയത്തിൽ തട്ടി എഴുതിയതാണ് സമാധി ഗാനം. ജര രുച മൃതി ഭയമഴ ശുദ്ധ യശോ നിർവാണത്തെ അണഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ ഇതിൽ കവിഞ്ഞ് വർണ്ണിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ജഗദ്ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവനെന്നും ജരാരുചാമൃതി തുടങ്ങിയ മനുഷ്യനെ തീണ്ടുന്ന ഒന്നും തീണ്ടാതെ ശുദ്ധമായ യശസ്സാകുന്ന നിർവ്വാണത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അണഞ്ഞിരിക്കുന്നത് എന്നും പറയുമ്പോഴും അത് ആധ്യാത്മികതയുടെ ഔന്നത്യത്തിലെത്തി നിൽക്കുന്ന വേദാന്തപരമായ വാക്യങ്ങളാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. അങ്ങനെ വേദാന്തപരമായ വാക്യങ്ങളെ കോർത്തു വെച്ചുകൊണ്ടും ഭൗതിക ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തേണ്ട പരിശ്രമങ്ങളെ നയിക്കേണ്ടിയിരുന്ന ഒരു സേനാനായകനായി വർത്തിച്ചിരുന്ന ജാതിരാക്ഷസനോട് അടരാടുവാൻ ഞങ്ങൾ അണിനിരത്തിയ സേനയുടെ പടനായകൻ പോയി വിലപിക്കുകയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അതാണ് ഭൗതിക ജീവിത വിജയത്തിന് വേണ്ടി ജാതിയോട് അടരാടുന്നതിന് വേണ്ടി അണിനിരത്തിയിരുന്ന സേനയുടെ പടനായകനായി സഹോദരനയ്യപ്പൻ കണ്ടിരുന്നത് ശ്രീനാരായണ ഗുരുദേവനെ ആണ് എന്നുകൂടി അവിടെ വ്യക്തമാകുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഗുരുദേവ ഭക്തനും എന്നാൽ പുരോഗമന ആശയങ്ങളിൽ സയൻസ് ദശകം എന്ന ഒരു കൃതി വരെ സഹോദരനയ്യപ്പൻ എഴുതിയിട്ടുണ്ട്. സയൻസിനെ എല്ലാവരും സ്വീകരിക്കണം എന്ന് പ്രചരിപ്പിക്കുകയും പുരോഗമന ആശയങ്ങൾക്ക് എന്നും സ്ഥാനം നൽകിയിട്ടുള്ള, പുരോഗമന ആശയങ്ങളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന, അതിനുവേണ്ടി സന്ധിയില്ലാത്ത, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സന്ധിയില്ലാതെ സമരം ചെയ്യാൻ തയ്യാറുണ്ടായിരുന്ന ആ സമരം തന്നെയാണ് സഹോദരനയ്യപ്പൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ സഹോദരനയ്യപ്പൻ ഒരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. സഹോദരനയ്യപ്പന് തുല്യം സഹോദരനയ്യപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും സഹോദരനയ്യപ്പനെ പോലെ ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ എത്ര നൂറ്റാണ്ട് നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന ചിന്തയോടെ എല്ലാ തരത്തിലും ഈ സമൂഹത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും എന്നെന്നും സഹായകരമായ സഹോദരനയ്യപ്പൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.